നമസ്കാരം. ക്രാക്ക് വൺ പി എസ് സിയുടെ ഇന്നത്തെ SCRT സീരീസിലെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ കണ്ടു. അതിനുശേഷം രണ്ടാമത്തെ ചാപ്റ്ററാണ് ജോഗ്രഫി. 9ാം ക്ലാസ് ആണ്. അപ്പൊ ആദ്യത്തെ ക്ലാസ് കണ്ടിട്ട് മാത്രം രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് വരിക. കാരണം രണ്ടാമത്തെ ക്ലാസ് ആദ്യത്തെ ക്ലാസ്സിന്റെ കണ്ടിന്യൂസ് ആണ് കേട്ടോ. രണ്ടാമത്തെ ചാപ്റ്റർ വിശാലമായ സമതല ഭൂവില്. മാനമുട്ടുയർന്നു നിൽക്കുന്ന പർവ്വതങ്ങള്, അതിവിശാലമായ സമതല ഭൂമികള്, പീഠഭൂമികള്, ചുട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങള്, താഴ്വരകൾ മുതലായ വൈവിധ്യങ്ങളായ ഭൂരൂപങ്ങൾ ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്നു. നമ്മൾ കണ്ടതാണ് ഭൂപ്രകൃതി പഠിച്ചപ്പോൾ തന്നെ. പർവ്വതങ്ങളുണ്ട്, സമതല ഭൂമിയുണ്ട്, പീഠഭൂമിയുണ്ട്, മരുഭൂമിയുണ്ട്, താഴ്വരകളുണ്ട്. എല്ലാം കൂടെ ചേരുന്നതാണ് എന്ത് എന്ന് പറയുന്നത്, ഭൗമോപരിതലത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇനി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപം കൊണ്ടവയാണിത്. പെട്ടെന്നൊന്നും രൂപം കൊണ്ടതല്ല, വർഷങ്ങളെടുത്ത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപം കൊണ്ടതാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഉത്തരപർവ്വത മേഖലയുടെ തെക്കായിട്ടാണ്. നമ്മൾ ഉത്തരപർവ്വത മേഖലയെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് മാത്രം ഈ ക്ലാസ്സിലേക്ക് വരിക, എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായിട്ട് ആര് സ്ഥിതി ചെയ്യുന്നു? ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം. അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായിട്ടും. അപ്പൊ ദ്വീപീയ പീഠഭൂമിയുടെ വടക്കായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലയുടെ നോക്കണേ സ്റ്റേറ്റ്മെന്റ് വരും. ഉത്തരപർവ്വത മേഖലയുടെ തെക്കു ഭാഗത്തായിട്ടും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന സമതല പ്രദേശമാണ് എന്ത് എന്ന് പറയുന്നത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. അതിന് നമ്മളൊരു പേര് പറയും. എന്തായിരുന്നു? ഉത്തര മഹാസമതലം. എന്താ പറയുന്നത്? ഉത്തര മഹാസമതലം. ഈ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലത്തിന്റെ ഒരു പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട്. എന്താടാ? അതിവിശാലമായ ഒരു എക്കൽ സമതലമാണിത്. എന്താ പറയുന്നത്? അതിവിശാലമായ ഒരു എക്കൽ സമതലം ആണിത്. അതുകൊണ്ട് തന്നെ ഇതിനെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നു. ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്നും നമ്മൾ അറിയപ്പെടുന്നു. ഈ ഭൂപ്രകൃതി വിഭാഗം രൂപപ്പെട്ടതാണെന്ന് എങ്ങനെയാന്ന് നമുക്ക് നോക്കി നോക്കാം. അതായത് ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്ന പേരിലും എന്തറിയപ്പെടുന്നുണ്ട്? ഈ ഭൂപ്രകൃതി സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഭാഗം അറിയപ്പെടുന്നുണ്ട്. എക്കൽ സമതലം അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇനി എന്താണ് എക്കല്? നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ചെളി, മണല്, ചരല് എന്നിവ ഉൾപ്പെടെയുള്ള ശിലാവശിഷ്ടങ്ങളാണ് എക്കൽ എന്നറിയപ്പെടുന്നത്. എന്താണ് എക്കൽ എന്ന് പറയുന്നത്? ഈ ബോക്സിലുള്ളത് ഞാൻ എപ്പോഴും പറയും പോലെ ബോക്സിലുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ചെളി, മണല്, ചരല് എന്നിവ ഉൾപ്പെടെയുള്ള ശിലാവശിഷ്ടങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്? എക്കല്. ഇനി എന്താണ് ഭൂരൂപീകരണ സഹായികളെന്നും രൂപങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നും പറയുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഒഴുകുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ നദി, അതുപോലെ കാറ്റ്, ഹിമാനികൾ, തിരമാല തുടങ്ങിയ ഭൗമോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായി ഭൗമോപരിതലത്തിൽ വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. എന്താ പറയുന്നത്? ഭൗമോപരിതലത്തിൽ വൈവിധ്യമാർന്ന ഭൂരൂപം ഉണ്ടാകുന്ന എന്തൊക്കെയാ? ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാല. ഇങ്ങനെ ഈ ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നില്ലേ? ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഈ പ്രക്രിയകളെയൊക്കെ കൂടെ കൂട്ടി വിളിക്കുന്ന പേരാണ് ഭൂരൂപീകരണ സഹായികൾ. എന്താ പറയുന്നത്? ഭൂരൂപീകരണ സഹായികൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാ ഭൂരൂപീകരണ സഹായികൾ? ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികള്, തിരമാലകൾ. ഇതൊക്കെയാണ് കേട്ടോ. ഇനി ഇങ്ങനെ ഭൂരൂപീകരണ സഹായികളെന്നും ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായകരമായ പ്രക്രിയ, അത് ഈ ഭൂരൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് സഹായികളോടൊപ്പം തന്നെ കുറച്ച് പ്രക്രിയയും കൂടെ വേണം അല്ലെ? ഈ പ്രക്രിയകളെ ഭൂരൂപീകരണ പ്രക്രിയ എന്നും വിളിക്കുന്നു. ഓക്കെ. ഇനി എങ്ങനെയൊക്കെയാണ് ഈ പ്രക്രിയകൾ ഉള്ളത് എന്നാ പറയുന്നത്? ഭൗതികമായും രാസികവും ജൈവികവുമായ പ്രക്രിയകളിലൂടെ വസ്തുക്കളെ ഈ ബാഹ്യശക്തികൾ ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടു പോവുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. അതായതെടാ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ചെളി, മണല്, ചരല് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതായത് വിവിധ പ്രക്രിയകളിലൂടെ ഭൗതികവും രാസികവും ജൈവികവുമായ കുറച്ച് പ്രക്രിയകളിലൂടെ വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? പിന്നെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീക്കിക്കൊണ്ടു പോകുന്നു. ഇപ്പൊ നദികളിലൊക്കെയാണ് കുറേ സാധനം ഒഴുകി വരുന്നതാണ് അല്ലെ? അപ്പൊ അത് ഈ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഒഴുക്കി കൊണ്ടുപോയിട്ട് അത് എന്ത് ചെയ്യാണ്? അവസാദങ്ങളായിട്ട് അവിടെ നിക്ഷേപിക്കുകയാണ്. ലാസ്റ്റ് അത് എന്ത് ചെയ്യാണ്? ഈ കുറഞ്ഞ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്നു. ഈ പ്രക്രിയയെ നിക്ഷേപണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇതുണ്ടോ? ഇപ്പൊ മഴത്തുള്ളികൾ വന്നു വീഴുന്നു, ഇളകിയ വസ്തുക്കൾ ഇങ്ങനെ നീക്കി ഒഴുക്കിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്നു. ഇതാണ് എന്ത് എന്ന് പറയുന്നത്? നിക്ഷേപണം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി
ഉയർന്ന പ്രദേശത്തെ ഇളകിയ ശിലാപദാർത്ഥങ്ങളെ മഴവെള്ളം മറ്റൊരു പ്രദേശത്തേക്ക് നീക്കിക്കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടില്ലേ? ഇത് കണ്ടോ? ഈ കൊടുത്തിരിക്കുന്ന പ്രോസസ്സ് തന്നെയാടാ. ഇവിടെ വന്ന് വീഴുന്നു, അവിടുന്ന് എന്ത് ചെയ്യുന്നു? ഇളകിയ വസ്തുക്കളെ നീക്കിക്കൊണ്ടുപോകുന്നു, താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നീർച്ചാലുകൾ ചെറുചാലുകളായി ഒഴുകിച്ചേർന്ന അരുവികളായും പല അരുവികൾ ചേർന്ന് നദിയായും വികാസം പ്രാപിക്കുന്നു. എന്താ പറയുന്നത്? ആദ്യം കുറച്ച് വെള്ളം, നമുക്കറിയാം, ആദ്യം കുറച്ച് വെള്ളം അതെങ്ങനെയുള്ളതായിരിക്കും? നീർച്ചാലുകളാവുന്നു. പിന്നെ അവിടുന്ന് എന്തായി മാറുന്നു? ഈ നീർച്ചാലുകളൊക്കെ കൂടെ ചേർത്ത് ചെറുചാലുകളായി ഒഴുകിച്ചേർന്ന് എവിടെ എത്തുന്നു? അരുവികളായിട്ട് മാറുന്നു. ഈ അരുവികളെല്ലാം കൂടെ ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു? നദികളായിട്ട് മാറുന്നു. ഇങ്ങനെയാണ് നദികൾ ഉണ്ടാവുന്നത്. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാലക്രമേണ അതിവിശാലമായ സമതലങ്ങൾ ഉൾപ്പെടെയുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പൊ എന്താ പറയുന്നത്? ഇങ്ങനെ നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കും. കാലക്രമേണ എന്ത് ചെയ്യും? അതിവിശാലമായ സമതലം രൂപപ്പെടും. ഇങ്ങനെ നിക്ഷേപിച്ച് ഇപ്പൊ ഉത്തരപർവ്വത മേഖലയിലെ നദികളൊക്കെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഉത്തരപർവ്വത മേഖലയിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹിമാലയൻ നദികളെല്ലാം കൊണ്ടുവന്ന് നദികൾ വഴി ഇങ്ങനെ ഒഴുകി ഒഴുകി വന്ന് എന്ത് ചെയ്യാണ്? അവസാനം സമതല പ്രദേശത്ത് കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുകയാണ്. അങ്ങനെ രൂപം കൊണ്ടിട്ടുള്ളതാണ് ഏത് എന്ന് പറയുന്നത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. ഇനി താഴ്ന്ന കാലക്രമേണ അതിവിശാലമായ സമതലങ്ങൾ രൂപപ്പെടുകയുള്ള നിക്ഷേപണ രൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. നോക്കിയേ, നദികൾ ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭവസ്ഥാനം. ഇപ്പൊ നദികൾ ഏത് സ്ഥലത്ത് നിന്നാണോ ഉത്ഭവിക്കുന്നത്, ഇവിടെ നിന്നാ ഉത്ഭവിക്കുന്നതെന്ന് വെച്ചോ, ഇതാണ് പ്രഭവസ്ഥാനം എന്ന് പറയുന്നത്. അവ കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്നുവെങ്കിൽ ഇടത്തെ ഇങ്ങനെ ഈ പോയി പതിക്കുന്ന സ്ഥലമില്ലേടാ, അതിനെ നദീമുഖം എന്ന് പറയും. അപ്പൊ പ്രഭവസ്ഥാനം എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇവിടെ. നദീമുഖം എന്ന് പറയുന്നത് എങ്ങനെയാ? നദികൾ ഇങ്ങനെ ഒഴുകി ഒഴുകി പോയി എവിടെയാണോ പതിക്കുന്നത് അതാണ് എന്ത് എന്ന് പറയുന്നത്? നദീമുഖം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി നോക്കിയേ, ഉത്ഭവസ്ഥാനം, ഇവിടെ ഉത്ഭവസ്ഥാനം, ഇവിടുന്ന് എന്ത് ചെയ്യാണ്? പോഷക നദികളൊക്കെ വന്ന് ചേരുവാണ് കേട്ടോ. ഇവിടേക്ക് ഇങ്ങനെ പോഷക നദികൾ, ഒരുപാട് പോഷക നദികളുണ്ട്. അവസാനം ഇതാ ഇവിടെ വന്ന് പതിക്കുന്നു. ഇതാണ് നദീമുഖം എന്ന് പറയുന്നത്. ഈ ഉത്ഭവസ്ഥാനത്തെ ചിത്രം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് ഈ ഉത്ഭവസ്ഥാനത്തെ എന്ത് എന്ന് പറയുന്നു? ഉപരിഘട്ടം. ഉത്ഭവസ്ഥാനത്തെ ഇത്രയും ഭാഗത്തെ എന്ത് എന്നാ പറയുന്നത്? ഈ കുന്നിന്റെ മേലെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നില്ലേ, ഈ ഭാഗത്തെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഉപരിഘട്ടം എന്ന് പറയുന്നത്. ഇനി ഇതെന്ത് ചെയ്യും? പോഷക നദികളൊക്കെ ആയിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യാണ്. ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒഴുകി വന്ന് പോഷക നദികളുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഈ ഘട്ടത്തെ എന്താ പറയുക? മധ്യഘട്ടം. ഇനി ഇത് ഇങ്ങനെ ഒഴുകി ഒഴുകി എവിടെ എത്തുകയാണ്? പതനസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക അല്ലെ? ഈ പതനസ്ഥാനത്ത് എത്തുമ്പോൾ ഇതിനെ പറയുന്ന പേരെന്താ? കീഴ്ഘട്ടം. നദികൾ ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭവസ്ഥാനമെന്നും അവ കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്നെങ്കിൽ അവിടത്തെ ഘട്ടത്തെ എന്തെന്ന് പറയുന്നു? നദീമുഖം എന്നും പറയുന്നു കേട്ടോ. ഇപ്പൊ ഇത് കിട്ടിയില്ലേ? ഇത് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാലക്രമേണ അതിവിശാലമായ സമതലങ്ങൾ ഉൾപ്പെടെയുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇനി ഇത്തരത്തിൽ ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ് ഫലഭൂയിഷ്ഠമായ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതിന് എന്ത് ചെയ്യാണ്? ഉത്തരപർവ്വത മേഖലയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകി വന്ന് അവസാദങ്ങളൊക്കെ എവിടെ നിക്ഷേപിക്കുകയാണ്? ഉത്തര മഹാസമതലത്തിൽ നിക്ഷേപിക്കുകയാണ്. അങ്ങനെയാണ് എന്തുണ്ടായത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം രൂപം കൊള്ളുന്നത്. ഇനി ഹിമാലയ രൂപീകരണത്തിന്റെ ഫലമായി ഹിമാലയത്തിന്റെ തെക്കായി രൂപപ്പെട്ട അതിവിശാലമായ തടത്തിലാണ് അവ നിക്ഷേപിക്കപ്പെട്ടത്. ഇതാ എന്താ പറയുന്നത്? ഫലഭൂയിഷ്ഠമായ ഹിമാലയ രൂപീകരണ ഫലമായി. ഹിമാലയം എങ്ങനെ രൂപീകരിച്ചതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടതാണല്ലേ. അപ്പൊ ഈ ഹിമാലയ രൂപീകരണത്തിന്റെ എന്താ പറയുക? യൂറേഷ്യൻ ഫലകവും ഇന്ത്യ ഫലകവും തമ്മിൽ സംയോജക സീമയിൽ വെച്ചിട്ട് എന്ത് കൂട്ടിയിടിച്ച് അതിലേത് പ്രക്രിയയിലൂടെ വലനം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ രൂപപ്പെട്ടതാണ് ഏത്? ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ട് ഹിമാലയ പർവ്വതം എന്താണ്? ഒരു മടക്ക് പർവ്വതം ആണ്. അപ്പൊ എന്താ പറയുന്ന? ഹിമാലയ രൂപീകരണ ഫലമായി ഹിമാലയത്തിന്റെ തെക്കായി രൂപപ്പെട്ട അതിവിശാലം ഈ ഹിമാലയ പർവ്വതം രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ തെക്കായിട്ട് രൂപപ്പെട്ടതാണ് എന്ത് എന്ന് പറയുന്നത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്. ഉത്തരപർവ്വത മേഖല ഇതുണ്ട്, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇതിന്റെയൊക്കെ തെക്ക് ഭാഗത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം രൂപം കൊണ്ടത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം നടന്ന ഈ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായാണ് ഈ സമതല രൂപം കൊണ്ടത്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്താൽ മാത്രമേ ഒരു ഭൂരൂപം എന്ത് ചെയ്യുള്ളൂ? രൂപപ്പെടുള്ളൂ. ഇവിടുത്തെ എക്കൽ നിക്ഷേപത്തിന്റെ കന ഏകദേശം 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്,
ഈ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്ന ഈ ഭാഗത്തെ പിന്നെ ആ കനം ഇല്ലേടാ, പട്ടി എക്കില് നിക്ഷേപിച്ച് അതിന്റെ കനം എന്ന് പറയുന്നത് എത്രയാണ്? 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെയാണെന്നാ പറയുന്നത്. ഇനി സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലത്തിന്റെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന രേഖാചിത്രം. ഇതൊക്കെ ഈ രേഖാചിത്രം ഞാൻ പറഞ്ഞില്ലേ, ടിബറ്റൻ പീഠഭൂമി, ഇത് ഉത്തരപർവ്വത മേഖലയാണ്, ഇതാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇതിന്റെ താഴെയായിട്ടാണ് എന്ത് വരുന്നത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം. ഇതാണ് അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഉപദ്വീപീയ പീഠഭൂമി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഉത്തരപർവ്വത മേഖലയുടെ തെക്കും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കുമായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം. ഇതൊക്കെ ശരിക്കും നോക്കി വെക്കണം കേട്ടോ. ഇനി ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികളെ യഥാക്രമം ഹിമാലയൻ നദികൾ. നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, ഹിമാലയ ഉത്തരപർവ്വത മേഖല, ഹിമാലയത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികളെ നമ്മൾ എന്തെന്നാ വിളിച്ചേ? ഹിമാലയൻ നദികൾ. ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഓക്കെ. ഇനി ഹിമാലയൻ നദികളിൽ നിന്നും ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളായിരിക്കുക ഗോദാവരി, നർമ്മദ, താപ്തി, കൃഷ്ണ, ഇങ്ങനെയുള്ള നദികളൊക്കെ ഇല്ല, ഇതിനെയൊക്കെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഉപദ്വീപീയ നദികൾ എന്ന് വിളിക്കുന്നു. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലത്തിലൂടെ ഒഴുകുന്ന നദികളെ അവയുടെ ഉത്ഭവ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി ഹിമാലയൻ നദികൾ എന്ന് വിളിക്കുന്നത്. എന്തിന്? എവിടെ നിന്നാണോ ഉത്ഭവിക്കുന്നത് അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പേര് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയെ എന്തെന്ന് വിളിക്കുന്നത്? ഹിമാലയൻ നദികൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ ഒരു ടേബിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞതൊക്കെ വെച്ചിട്ട് തന്നെ ഹിമാലയൻ നദികൾ ഏതൊക്കെയാ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അതിന് പോഷക നദികളും അതുപോലെ ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? ഗോദാവരി, കൃഷ്ണ, നർമ്മദ, അതുപോലെ താപ്തി, പിന്നെ കാവേരി, ഇതൊക്കെ ഉപദ്വീപീയ നദികളാണ് കേട്ടോ. ഇനി സിന്ധു നദി മുതൽ ഗംഗാ നദീമുഖം വരെ ഏകദേശം 3200 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ സമതലം ഏതാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര അല്ലെങ്കിൽ ഉത്തര മഹാസമതലം. ഈ സമതലം ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ്. ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ ഈ സമതലം ഇന്ത്യയിൽ വ്യാപിച്ചിരിക്കുന്നു. എത്രയും പറയുന്ന? ഏകദേശം 2400 കിലോമീറ്റർ നീളത്തില് ഈ സമതലം ഇന്ത്യയിൽ വ്യാപിച്ചിരിക്കുന്നു. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വിശാലമാകുന്ന ഈ സമതലത്തിന്റെ ശരാശരി വീതി 150 കിലോമീറ്റർ മുതൽ 3000 കിലോമീറ്റർ വരെയാണ്. ഇപ്പൊ എന്താ പറയുന്നത്? ഇതിന്റെ നീളം എന്ന് പറയുന്നത് ഈ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലത്തിന്റെ നീളം എന്ന് പറയുന്നത് എത്രയാന്നാ പറഞ്ഞത്? നോക്കിയേ, 2400 കിലോമീറ്റർ നീളത്തിലും, എന്നാല് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് പോകുന്നതിനനുസരിച്ച് വിശാലമാകുന്ന ഈ സമതലത്തിന്റെ ശരാശരി വീതി 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെയാണ്. ഈ സമതലത്തിന്റെ അതിരുകൾ വടക്ക് സിവാലിക് പർവ്വതനിരകളും തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അതിരുകളുമാണ് എന്നാ പറയുന്നത്. എന്താ പറയുന്നത്? ഈ സമതലത്തിന്റെ, അതായത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലത്തിന്റെ അതിരുകൾ എങ്ങനെയാ? വടക്ക് സിവാലിക് പർവ്വതനിരകളും. എവിടെടാ? ഇതാ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലത്തിന്റെ വടക്ക് സിവാലിക് പർവ്വതനിരകളും അതുപോലെ തന്നെ എന്താ പറയുന്നത്? തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അതിരുകളാണ്. തെക്ക് എന്താണ്? വടക്ക് ഭാഗം എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് ഭാഗമാണ്. ക്രമരഹിതമാണ്. ഇതുണ്ടോ? ക്രമരഹിതമാണ്. ഇതുണ്ടോ? അവസാദങ്ങളൊക്കെ നിക്ഷേപിക്കുന്നത് എവിടെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലത്തിലാണ്. ഈ സമതലത്തിന്റെ വിസ്തീർണം ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. എന്താ പറയുന്നത്? ഈ സമതലത്തിന്റെ വിസ്തീർണം ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ നമ്മള് നീളം കണ്ടു, അതുപോലെ വീതി കണ്ടു. ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത്? വിസ്തീർണം എന്ന് പറയുന്നത് 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. വളക്കൂറുള്ള മണ്ണ്, മതിയായ ജലലഭ്യത, അനുകൂല കാലാവസ്ഥ, പരന്ന ഭൂപ്രകൃതി എന്നീ സവിശേഷതകളാൽ ഈ പ്രദേശം കൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. ഉത്തര മഹാസമതലം കൃഷിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ സ്ഥലമാണ് എന്ന് പറയുന്നതിന് കാരണം എന്തൊക്കെയാണ്? വളക്കൂറുള്ള മണ്ണ്. ഒന്നാമത് എന്താ പറയുന്നത്? വളക്കൂറുള്ള മണ്ണ്. രണ്ടാമത് എന്താ പറയുന്നത്? മതിയായ ജലലഭ്യത. 3 അനുകൂല കാലാവസ്ഥ. അനുകൂല കാലാവസ്ഥ. 4 പരന്ന ഭൂപ്രകൃതി. എന്തൊക്കെയാ പറയുന്നത്? വളക്കൂറുള്ള മണ്ണ്, മതിയായ ജലലഭ്യത, അനുകൂല കാലാവസ്ഥ, പരന്ന ഭൂപ്രകൃതി എന്നീ സവിശേഷതകളാൽ ഈ പ്രദേശം കൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. ഭൂമിശാസ്ത്രപരമായി ഒരൊറ്റ ഭൂപ്രകൃതി വിഭാഗമായി ഇതിനെ പരിഗണിക്കാമെങ്കിലും നദീവ്യവസ്ഥ, നദികളുടെ ഒഴുക്കിന്റെ ദിശ, ഭൂപ്രകൃതിയുടെ സവിശേഷത എന്നിവയെ അടിസ്ഥാനമാക്കി അതിവിസ്തൃതമായി ഈ സമതലത്തെ
4 പ്രാദേശിക വിഭാഗങ്ങളായിട്ട് തിരിക്കാം. എന്തൊക്കെയാ പറയുന്നത്? ഭൂമി ശാസ്ത്രപരമായിട്ട് ഉത്തര മഹാസമുദ്രം അല്ലെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് തന്നെയാണ് പറയുന്നത്. എങ്കിലും നദീവ്യവസ്ഥ, നദികളുടെ ഒഴുക്കിന്റെ ദിശ, ഭൂപ്രകൃതിയുടെ സവിശേഷത ഇതിനെ മൂന്നിനെ അടിസ്ഥാനമാക്കിയിട്ട് അതിവിസ്തൃതമായി ഈ സമതലത്തെ 4 പ്രാദേശിക വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ പിന്നെ എന്താ പറയുന്നത്, ഉത്തരേന്ത്യൻ സമതലത്തിന്റെ 4 പ്രാദേശിക വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പട്ടികപ്പെടുത്താനാ പറയുന്നത്. നമുക്ക് നോക്കാം അല്ലെ. ഏതൊക്കെയാണ് ഇതുണ്ടോ കൊടുത്തിരിക്കുന്നുണ്ടോ സൂചികയില്? ഏതൊക്കെയാ? രാജസ്ഥാൻ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം. ഏതൊക്കെയാടാ പട്ടികപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നതിൽ? രാജസ്ഥാൻ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം കേട്ടോ. അപ്പൊ 4ആയിട്ട് തിരിച്ചിരിക്കുന്ന ഏതൊക്കെയാ? രാജസ്ഥാൻ സമതലം, പഞ്ചാബ് ഹരിയാന. രാജസ്ഥാൻ എന്ന് പറയുന്നത് ഇത് ഈ രാജസ്ഥാന്റെ ഈ ഭാഗങ്ങളിൽ കേട്ടോ. രാജസ്ഥാൻ സമതലം ഇവിടെയാണ് സത്ലജ്, ലൂണി ഒക്കെ വരുന്നത്. അതുപോലെ പഞ്ചാബ് ഹരിയാന സമതലം, പഞ്ചാബ് ഹരിയാന സമതലം ഏതാണ്? ഇത് ഗംഗാ സമതലം, ഇതായത് യെല്ലോ കളറിലുള്ളത്. പിന്നെ ബ്രഹ്മപുത്ര സമതലം, ബ്രഹ്മപുത്ര സമതലം ഏതാ? മാനസ്. ബ്രഹ്മപുത്രയുടെ പോഷക നദികളായ മാനസ്, ടീസ്റ്റ് ഒക്കെ ഒഴുകുന്ന ഇതിലെയാട്ടോ. ഇതാണ് 4 ഭൂപ്രകൃതികളായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇനി രാജസ്ഥാൻ സമതലം. താർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറേ അറ്റത്താണ്. ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുന്നത് എവിടെയായിട്ടാണെന്നാണല്ലേ നമ്മൾ പറഞ്ഞത്. ഇതാ അപ്പൊ ഇതിന്റെ പടിഞ്ഞാറേ അറ്റം എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് താർ മരുഭൂമി, രാജസ്ഥാൻ സമതലം. ഇനി താർ മരുഭൂമിയുടെ 2/3 ഭാഗവും രാജസ്ഥാനിലാണ്. താർ മരുഭൂമിയുടെ 2/3 ഭാഗം എവിടെ? താർ മരുഭൂമി എവിടെ സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലല്ല. അപ്പൊ 2/3 ഭാഗവും എവിടെയാണ്? രാജസ്ഥാനിലാണ്. ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ അയൽ സംസ്ഥാനങ്ങളുമായി വ്യാപിച്ചെടുക്കുന്നു. ബാക്കി ഭാഗം ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്. അപ്പൊ നോക്കിയ രാജസ്ഥാൻ സമതലം ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാടാ? രാജസ്ഥാന്, അതുപോലെ ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്. യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി എന്നും അർദ്ധ മരുഭൂമി മേഖല അല്ലെങ്കിൽ അഥവാ രാജസ്ഥാൻ ബാഗർ എന്നും താർ മരുഭൂമിയെ 2 പ്രധാന മേഖലകളായിട്ട് തരംതിരിക്കുക. അപ്പൊ ഏതൊക്കെയാ ഇതിനെ 2 മേഖലകളായിട്ട്? ശരിക്കും മൊത്തത്തില് മരുഭൂമി ഉള്ളതിനെ എന്തെന്ന് വിളിക്കുന്നു? യഥാർത്ഥ മരുഭൂമി മേഖല എന്നും അതുപോലെ അല്ലെങ്കിൽ മരുസ്ഥലി എന്നും. ഇനി അർദ്ധ വരണ്ട സമതല പ്രദേശമാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കുന്നു? അല്ല അർദ്ധ മരുഭൂമി മേഖല അഥവാ രാജസ്ഥാൻ ബാഗർ എന്നും വിളിക്കുന്നു. ഓക്കെ, കിട്ടിയോ? ഇനി താർ മരുഭൂമി ഇങ്ങനെ 2 പ്രധാന ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. താർ മരുഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ തുടർന്നുള്ള പാഠഭാഗങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മരുഭൂമിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അതിൽ പഠിക്കാം. ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് രാജസ്ഥാൻ സമതലയുടെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയാണ് കേട്ടോ ആരവല്ലി എന്ന് പറയുന്ന. ഈ ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് ഇത് ഇവിടെയായിട്ടാണ് എന്ത് വരുന്നത്? രാജസ്ഥാൻ വരുന്നത്. ഓക്കെ. ഇനി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ പർവ്വതനിരയുടെ സ്ഥാനം ഇന്ത്യയുടെ ഭൂപടം വെച്ചിട്ടൊക്കെ കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പൊ ഇത്രയും നമ്മൾ ഓർത്തിരിക്കുക. ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്തു. കാലികമായി മാത്രം നീരൊഴുക്കുള്ള ലൂണി സമതലത്തിലെ പ്രധാന നദിയാണ്. ലൂണി നദി മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് എപ്പോഴും PSCക്ക് ചോദിക്കാറുണ്ട്. ലൂണി നദിയാണ് കേട്ടോ. കാലികമായി മാത്രമേ ഇവിടെ എന്തുള്ളൂ? നീരൊഴുക്ക് ഉള്ളൂ. രാജസ്ഥാനിൽ നിരവധി ഉപ്പ് തടാകങ്ങളുണ്ട്. സംബാർ, ദിദ്വാന, സർഗോള് എന്നിവ രാജസ്ഥാൻ സമതലത്തിൽ പ്രധാന ഉപ്പ് തടാകമാണ്. സാമ്പാറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെ സംബാർ കേട്ടിട്ടില്ലേ? രാജസ്ഥാനിൽ എപ്പോഴും ചോദിക്കുന്നത് ഏറ്റവും വലിയ ലവണ തടാകം ഏതാന്നുള്ളത്. അതേതാണ്? സാമ്പാറാണ്. അതുപോലെ ദിദ്വാന, സാർഗോൾ ഇതൊക്കെ എവിടെയാണ്? രാജസ്ഥാൻ സമതലത്തിൽ പ്രധാന ഉപ്പ് തടാകങ്ങളാണ് കേട്ടോ. ഓർത്തിരിക്കുക. അപ്പൊ നദി ഏതാണ്? ലൂണി. അതുപോലെ ഉപ്പ് തടാകങ്ങൾ ഏതൊക്കെയാ? സാമ്പാറും ദിദ്വാനയും സർഗോളും കേട്ടോ. ഇനി അടുത്ത രണ്ടാമതായിട്ട് രാജസ്ഥാൻ സമതലം കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാണ്? പഞ്ചാബ് ഹരിയാന സമതലം. ഏതാണ്? പഞ്ചാബ് ഹരിയാന സമതലം. രാജസ്ഥാൻ സമതലത്തിന്റെ പ്രധാന സവിശേഷതകൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. രാജസ്ഥാൻ സമതലത്തിൽ നിന്നും കിഴക്കോട്ടും വടക്ക് കിഴക്കോട്ടും സഞ്ചരിച്ച ഉത്തരേന്ത്യൻ സമതലം ക്രമേണ ഫലഭൂഷ്ടമായ ഒരു സമതലമായി മാറുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ എന്താ പറയുന്നത്? രാജസ്ഥാൻ സമതലത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്? കിഴക്കോട്ട് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ രാജസ്ഥാൻ സമതലം ഏതാടാ? ഇതല്ല. ഇതിന്റെ കിഴക്ക് ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്? എന്താ കാണാൻ കഴിയുന്നത്? പഞ്ചാബ് ഹരിയാന സമതലം. ഇത് ഈ പിങ്ക് കളർ കൊടുത്തിട്ടില്ലേ? ഇതാണ് പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത്.
ഇനി ക്രമേണ അവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്ന ഫലഭൂയിഷ്ഠമായ ഒരു സമതലമായിട്ടാണ് കേട്ടോ മാറുന്നത്. രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്കും വടക്ക് കിഴക്കുമായാണ് വ്യാപിച്ചിരിക്കുന്ന ഈ സമതല ഭാഗമാണ് പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത്. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗമാണിത്. നോക്കിയേ, ഇവിടെയായിട്ടല്ലേ ഉത്തരേന്ത്യൻ സമതലം വരുന്നത്. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗമല്ലേടാ ഇത്? ഈ പിങ്ക് ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്ന അതാണ് പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താന്നാ പറയുന്നത്? ഫലഭൂയിഷ്ഠമായ ഒരു സമതലം ആണ്. യമുനാ തീരം വരെ വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിന്റെ കിഴക്കൻ അതിര് യമുന നദിയാണ്. ഇതിന്റെ കിഴക്കൻ അതിര് എന്ന് പറയുന്നത് എന്താണ്? യമുന നദിയാണ്. ഇന്ത്യയിൽ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചെടുക്കുന്നു. അപ്പൊ പഞ്ചാബ് ഹരിയാന സമതലം ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്? പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്. ഇനി ഈ വ്യാപിച്ചെടുക്കുന്ന ഈ സമതലത്തിന്റെ വ്യാപ്തി ഏകദേശം 1.75 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. എത്രയാ പറയുന്നത്? 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. പടിഞ്ഞാറോട്ട് നേരിയ ചരിവുള്ള ഈ സമതലത്തിന്റെ പ്രധാന ഭാഗമായ പഞ്ചാബ് സമതലം മുഖ്യമായും സത്ലജ്, ചലം, ചിനാബ്, രവി, ബിയാസ് എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ടതാണ്. എടാ, ഈ നദികളുടെ പ്രത്യേകത എന്താ? പഞ്ചാബില് അല്ലെങ്കിൽ പഞ്ച് നദികളിൽ സിന്ധുവിന്റെ പോഷക നദികളാണ് കേട്ടോ. ഏതൊക്കെയാ? സത്ലജ്, ചലം, സിനാബ്, രവി, ബിയാസ് ഈ നദികളൊക്കെ കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടായതാണ് ഏത് എന്ന് പറയുന്ന പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത്. പഞ്ചാബ് 5 നദികളുടെ നാട്. പഞ്ചാബ് എങ്ങനെ അറിയപ്പെടുന്ന? പഞ്ചാബിനെ എങ്ങനെ വിശേഷിപ്പിക്കുന്ന? സ്ഥിരം PSCയുടെ ക്വസ്റ്റ്യൻ ആണ്. പഞ്ചാബ് എങ്ങനെ വിശേഷിപ്പിക്കുന്ന? പഞ്ചാബ് 5 നദികളുടെ നാടെന്ന് അറിയപ്പെടുന്നു. പഞ്ചാബ് ഹരിയാന സമതലത്തെ 5 പ്രധാന ദോബുകളായി തരംതിരിച്ചിരിക്കുന്നു. ഇനി എന്താണ് ദോബ്? ദോബ് എന്ന് പറഞ്ഞാൽ എന്താ? പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കുള്ളിലുള്ള കരഭാഗമാണ് ദോബുകൾ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ദോബുകൾ. ഇതാണോ സിന്ധ് സാഗർ ദോബ്. അതുപോലെ എന്താ പറയാ? താജ് ദോബ്, രജ്ന ദോബ്, ബാരി ദോബ്, ബിത്ത ദോബ്. ഏതൊക്കെയാ? സിന്ധ് സാഗർ ദോബ് ഒന്നാമത്തെ ദോബ്. അതുപോലെ ഷാജ് ദോബ്, അതുപോലെ രജ്ന ദോബ്, ബാരി ദോബ്, ബിത്ത് ദോബ്. ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദോബുകൾ എന്ന് പറയുന്നത്. അപ്പൊ എത്ര ദോബായിട്ട് പഞ്ചാബ് ഹരിയാന സമതലത്തെ തിരിച്ചിട്ടുണ്ട്? 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. പ്രധാന ദോബുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബിസ്, ജലന്ധർ ദോബ്. എന്താ പറയുന്നത്? ബിസ്, ജലന്ധർ ദോബ്. അതായത് ബിയാസ്, സത്ലജ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ബിയാസ്, സത്ലജ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഏത്? ബിസ്, ജലന്ധർ ദോബ്. അതുപോലെ ബാരി ദോബ്, ബിയാസ്, രവി എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. പേര് തന്നെയാണ് ബാരി, ബിയാസ്, അതുപോലെ തന്നെ രവി. ഈ 2 നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ദോബാണ്, ഒരു കരഭാഗമാണ് ഏതെന്നറിയപ്പെടുന്ന ബാരി ദോബ്. അതുപോലെ രജ്ന ദോബ്, രവി, ചിനാബ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് രജ്ന ദോബ്. ഏതൊക്കെയാ? രവി, ചിനാബ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് രജ്ന ദോബ്. ഇനി ചിനാബ്, ചലം എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഛാജ് ദോബ്. ചിനാബ്, ചലം എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഛാജ്. അതുപോലെ സിന്ധ് സാഗർ ദോബ്, ചലം, ചിനാബ് നദികൾക്കും സിന്ധു നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് സിന്ധ് സാഗർ ദോബ്. ഏതൊക്കെയാ? ചലം, ചിനാബ് നദികൾക്കും സിന്ധു നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഏത്? സിന്ധ് സാഗർ ദോബ്. അപ്പൊ കിട്ടിയല്ലോ. ഈ 5 തോപ്പുകൾ ആദ്യമായിട്ടാണ് നമ്മൾ ടെസ്റ്റിൽ വായിക്കുന്നത്. അപ്പൊ 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ മിനിമം വായിച്ചു നോക്കണം കേട്ടോ. പിന്നെ ഇത് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ച് പഠിക്കുക. ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആ, ഒന്നും തന്നെ നമുക്ക് കളയാൻ വേണ്ടിയിട്ടില്ല. അപ്പൊ എല്ലാരും നന്നായിട്ട് ഒരു 2 പ്രാവശ്യമെങ്കിലും ക്ലാസ് കണ്ടിട്ട് ഈ ഭാഗമൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഇനി അടുത്തത് ഗംഗാ സമതലം. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സമതല വിഭാഗമാണ് ഗംഗാ സമതലം. ഗംഗാ സമതലം എന്ന് പറയുന്നത് എന്താണ്? പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ പഞ്ചാബ് ഹരിയാന സമതലം എവിടെയാ? ഇതിന്റെ കിഴക്ക് ഭാഗം ഏതാ? ഇവിടെയാണ് ഗംഗാ സമതലം വരുന്നത് കേട്ടോ. ഇതാ കിഴക്ക് ഭാഗത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഗംഗാ സമതലം സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുനാ നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു. എവിടെ മുതൽ എവിടെ വരെ ഇതിന്റെ വ്യാപനം? ഗംഗാ സമതലത്തിന്റെ വ്യാപനം എന്ന് പറയുന്നത് കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുനാ നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു. ഏകദേശം 3.75 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ഈ സമതലം ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളെയും ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളും ഉൾക്കൊള്ളുന്നു. എന്തൊക്കെയാ പറയുന്നത്? കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുനാ നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു.
ഏകദേശം 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സമതലം ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളെ, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഗംഗാ നദിയും ഗംഗയുടെ പോഷക നദികളും ചേർന്നുള്ള നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടത്. അപ്പൊ എന്താ പറയുന്നത്? ഗംഗാ നദിയും ഗംഗയുടെ പോഷക നദികളും ചേർന്ന്, ഗംഗയുടെ പോഷക നദികളും കൂടെ ചേർന്നിട്ടാണ് എന്ത് രൂപം കൊള്ളുന്നത്? ഇത് രണ്ടും, ഗംഗാ നദിയും ഗംഗയുടെ പോഷക നദികളും കൂടെ നിക്ഷേപിച്ചാണ് എന്ത് അതിവിശാലമായി സമതലം രൂപപ്പെട്ടത്. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 200 മീറ്റർ ഉയരം ഗംഗാ സമതലത്തിന് പൊതുവായ പറയുന്നത്. എത്ര മീറ്റർ ആണ് ഉയരം? സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 200 മീറ്റർ ഉയരമുള്ള ഗംഗാ സമതലത്തിന്റെ പൊതുവായ ചെരിവ് കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടുമാണ്. ചെരിവ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? കിഴക്ക് ഭാഗത്തേക്കും അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്തേക്കും ആണ്. കിട്ടുന്നില്ലടാ? എന്താ പറയുന്നത്? ഗംഗാ നദിയും ഗംഗയുടെ പോഷക നദികളും ചേർന്നുള്ള നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ട. ഈ സമതലം ഗംഗാ സമതലം. ഇനി സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 200 മീറ്റർ ഉയരമുള്ള ഗംഗാ സമതലത്തിന്റെ പൊതുവായ ചെരിവ് എപ്പോഴും ഏതു ഭാഗത്തേക്കായിരിക്കും? കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടും ആയിരിക്കും. ഇനി ഗംഗാ സമതലം ഉപവിഭാഗങ്ങൾ. ഇനി നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ രാജസ്ഥാൻ സമതലത്തിനും അതുപോലെ തന്നെ പഞ്ചാബ് ഹരിയാന സമതലത്തിനും ഗംഗാ സമതലത്തിനും ഒക്കെ എന്തുണ്ട്? പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന് ഉപരി ഗംഗാ സമതലം. ഇതാടാ ഈ പർപ്പിൾ കളറിൽ കൊടുത്തിരിക്കുന്നുണ്ടോ? ഇതാണ് ഉപരി ഗംഗാ സമതലം എന്ന് പറയുന്നത്. ഏതാണ്? ഉപരി ഗംഗാ സമതലം. ഇനി അതിന്റെ നടുഭാഗത്തായിട്ട് ഗംഗയുടെ പോഷക നദികൾ ഒഴുകുന്ന ഈ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? മധ്യ ഗംഗാ സമതലം എന്ന് പറയുന്നത്. ഇനി ഇതിന് താഴ്ഭാഗം, തെക്ക് ഭാഗത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കീഴ് ഗംഗാ സമതലം എന്ന് പറയുന്നത്. അപ്പൊ ഗംഗാ സമതലത്തിന്റെ ഉപഭാഗങ്ങൾ ഏതൊക്കെയോ? ഉപരി ഗംഗാ സമതലം, മധ്യ ഗംഗാ സമതലം, കീഴ് ഗംഗാ സമതലം. ഇനി ബ്രഹ്മപുത്ര സമതലം. അപ്പൊ ഗംഗാ സമതലം കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ ഗംഗാ സമതലത്തെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്തത് ബ്രഹ്മപുത്ര സമതലം. അപ്പൊ നമ്മൾ നാലാമതായിട്ട് എന്താണ് പഠിക്കുന്നത്? ഏതാ പഠിക്കുന്നത്? ബ്രഹ്മപുത്ര സമതലം. ഇതാണ് കേട്ടോ ബ്രഹ്മപുത്ര സമതലം. അപ്പൊ രാജസ്ഥാൻ സമതലം നമ്മൾ കണ്ടു, പഞ്ചാബ് ഹരിയാന സമതലം നമ്മൾ കണ്ടു, അതുപോലെ ഗംഗാ സമതലം നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്ന ആരെയാണ്? ബ്രഹ്മപുത്ര സമതലം. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗമായ ബ്രഹ്മപുത്ര സമതലം, ബ്രഹ്മപുത്ര താഴ്വര, അസ്സാം താഴ്വര, അസ്സാം സമതലം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു. അപ്പൊ ബ്രഹ്മപുത്ര സമതലത്തെ അറിയപ്പെടുന്ന പേരുകൾ ഏതൊക്കെയാണ്? ബ്രഹ്മപുത്ര താഴ്വര, അല്ലെങ്കിൽ അസ്സാം താഴ്വര, അല്ലെങ്കിൽ അസ്സാം സമതലം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു. അസ്സാമിന് കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ദുബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ചെടുക്കുന്ന ഈ സമതലത്തിന് ഏകദേശം 720 കിലോമീറ്റർ നീളവും ശരാശരി 60 മുതൽ 70 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പൊ എന്താ പറയുന്ന? അസമിന്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ദുബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലത്തിന് ഏകദേശം 720 കിലോമീറ്റർ നീളമുണ്ട്. അപ്പൊ ബ്രഹ്മപുത്ര സമതലത്തിന്റെ നീളം എത്രയാണ്? 720 കിലോമീറ്റർ ആണ്. ബ്രഹ്മപുത്ര സമതലത്തിന്റെ നീളം എത്രയാണ്? 720 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ എന്താ പറയുന്ന? ശരാശരി 60 മുതൽ 70 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പൊ ബ്രഹ്മപുത്ര സമതലത്തിന്റെ വീതി എത്രയാണ്? 60 മുതൽ 70 കിലോമീറ്റർ വരെയാണ്. ബ്രഹ്മപുത്ര സമതലത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് അസമിലാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മപുത്ര സമതലം? ഇതോ ബ്രഹ്മപുത്ര സമതലത്തിന്റെ ഭൂരിഭാഗം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അസമില് ആണെന്നാട്ടോ പറയുന്നത്. ഇനി പൊതുവെ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ കിഴക്കോട്ടുള്ള തുടർച്ചയായിട്ടാണ് ബ്രഹ്മപുത്ര സമതലത്തെ കണക്കാക്കുന്നത്. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ കിഴക്കോട്ടുള്ള തുടർച്ചയാണ് ഏത് എന്ന് പറയുന്നത്? ബ്രഹ്മപുത്ര സമതലം. ഭൂമിശാസ്ത്രപരമായി ബ്രഹ്മപുത്ര സമതലം വേറിട്ട് നിൽക്കുന്നു. അതായത് ഒരു സപ്ത സിന്ധു എന്നൊക്കെ പറയാം, ഒരു എന്താ പറയാ, ഇതുപോലെ തന്നെ ഒരു 7 സംസ്ഥാനങ്ങൾ ചേരുന്ന ഒരു ഭാഗമാണ് കേട്ടോ ബ്രഹ്മപുത്ര സമതലം. വടക്ക് കിഴക്ക് ഹിമാലയവും, കിഴക്ക് പത്കായി നാഗക്കുന്നുകളും, തെക്ക് ഗാരോ ഖാസി ജയന്തിയ കുന്നുകളും മിക്കിർ കുന്നുകളും ചേർന്ന് ഈ സമതല ഭാഗത്തെ വേർതിരിച്ചു നിർത്തുന്നു. ഏതൊക്കെ ഭാഗങ്ങളാ? വടക്ക്, അതുപോലെ കിഴക്ക് ഹിമാലയം, കിഴക്ക് പത്കായി നാഗക്കുന്നുകളും, തെക്ക് ഗാരോ ഖാസി ജയന്തിയ കുന്നുകളും മിഗിർ കുന്നുകളും ചേർന്ന് ഈ സമതല ഭാഗത്തെ വേർതിരിച്ചു നിർത്തുന്നു. ബ്രഹ്മപുത്ര സമതലത്തിന്റെ പടിഞ്ഞാറായി കിഴക്ക് ഗംഗാ സമതലം സ്ഥിതി ചെയ്യുന്നു. എന്താ പറയുന്നത്? ബ്രഹ്മപുത്ര സമതലത്തിന്റെ പടിഞ്ഞാറായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കീഴ് ഗംഗാ സമതലം സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുത്ര സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? കീഴ് ഗംഗാ സമതലം സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ? ഇതാണ് പടിഞ്ഞാറ് ഭാഗം അല്ലെ? കീഴ് ഗംഗാ സമതലം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 56,275 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സമതലം ബ്രഹ്മപുത്ര നദിയുടെ അതിന്റെ പോഷക നദികളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ട് രൂപപ്പെട്ടതാണ്. ബ്രഹ്മപുത്ര സമതലം രൂപപ്പെടുന്നതിന് കാരണമായ നദികൾ ഏതൊക്കെയാണ്? ബ്രഹ്മപുത്രയും അതുപോലെ തന്നെ അതിന്റെ പോഷക നദികളും. ഈ പോഷക നദികൾ ഏതൊക്കെയാണ്? ബ്രഹ്മപുത്രയുടെ ടീസ,
മാനസ്, ലോഹിത്, ദിബാങ് എന്നിവയാണ് ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ. അപ്പൊ ബ്രഹ്മപുത്ര നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ടീസ്ത, മാനസ്, ലോഹിത്, ദിബാങ് എന്നിവയാണ്. ഈ സമതലം എക്കൽ വിശറികളാൽ സമ്പന്നമാണ്. എക്കൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടില്ല, അതുപോലെ വിശാലമായ എക്കൽ വിശറികൾ കാണാൻ കഴിയും. നദികൾ സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയുകയും ആയതിനാൽ അവ വഹിച്ചുകൊണ്ടിരുന്ന അവസാദങ്ങൾ ഒരു വിശറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ രൂപപ്പെടുന്ന ഭൂരൂപങ്ങളാണ് എക്കൽ വിശറികൾ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? നദികൾ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരുമ്പോൾ സമതലം എത്തുമ്പോഴത്തേക്ക് ഒഴുക്കിന്റെ വേഗത കുറയുവാണ്. ഇങ്ങനെ ഒഴുക്കിന്റെ വേഗത കുറയുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഇങ്ങനെ അവസാദങ്ങൾ ഇങ്ങനെ നിക്ഷേപിച്ച് വരും. അപ്പൊ അതിങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ഒരു വിശറികളുടെ രൂപത്തിലാണ് അത് പിന്നെ എന്ത് ചെയ്യുന്നത്? നിക്ഷേപിക്കുന്നത്, അവസാദങ്ങൾ നിക്ഷേപിക്കുന്നത്. ഇങ്ങനെ രൂപപ്പെടുന്ന ഈ ഭൂരൂപങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്? എക്കൽ വിശറികൾ എന്ന് പറയുന്നത്. സമതല പ്രദേശങ്ങളിലൂടെ തുടർന്നൊഴുകുന്ന നദികൾ പല ചാലുകളായി പിരിയുന്നു. ഒഴുക്ക് തീരെ കുറയുമ്പോൾ വളഞ്ഞ് പുഴഞ്ഞ് ഒഴുകുകയും പിന്നീട് ഓക്സ്ബോ തടാകങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. എന്താ പറയുന്നത്? ഇതിങ്ങനെ ഒഴുകി അവസാദങ്ങളൊക്കെ സൃഷ്ടിച്ചു കഴിയുമ്പോൾ സമതല പ്രദേശത്തിലൂടെ തുടർന്നൊഴുകുന്ന നദികൾ പല ചാലുകളായിട്ട് വേർതിരിയും. ചാലുകളായിട്ട് വേർതിരിയുമ്പോൾ ഒഴുക്ക് തീരെ കുറയുമ്പോൾ ഇതിങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വളഞ്ഞു പുഴഞ്ഞ് ഒഴുകും. ഇത് പിന്നീട് എന്തിന് കാരണം? വന്നിട്ട് അത് ഒരു റൗണ്ട് മോഡലിൽ ഇങ്ങനെ വീട്ട് നിൽക്കും. ഇതാണ് എന്ത് എന്ന് പറയുന്നത്? ഓക്സ്ബോ തടാകം. ഇതുണ്ടോ? ഇങ്ങനെ ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോടാ? അപരദനം, നിക്ഷേപണം, അപരദനം, ഇങ്ങനെ ഇതുണ്ട്. ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞ് ഇങ്ങനെ ഒഴുകും. ഇങ്ങനെ വളഞ്ഞു വരുന്ന ഈ സാധനം അവസാനം എന്ത് ചെയ്ത് ഇങ്ങനെ റൗണ്ട് ആയിട്ട് മാറും. അപ്പൊ നദികളിൽ നിന്ന് വേറിട്ടൊരു തടാകം പോലെയാവും. ഇതാണ് ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത്. ഇതുണ്ടോ? നദികളിൽ നിന്ന് വേർതിട്ട് ഇനി മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളും. നദി താരതമ്യേന ചെരിവ് കുറഞ്ഞതോ നേരിയ ചരിവുള്ളതായ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവസാന നിക്ഷേപങ്ങൾ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. ഇങ്ങനെ സമതലത്തിലൂടെ പോകുന്നെങ്കിലോ ചെരിവ് തീരെ കുറവാണെങ്കിൽ എന്ത് ചെയ്യും? നദിയുടെ വേഗത കുറയും. ഇതിന്റെ ഫലമായി നദി വളഞ്ഞു പുളഞ്ഞു ഒഴുകി വലയങ്ങൾ സൃഷ്ടിക്കുന്നു. ഒരു വലയങ്ങൾ സൃഷ്ടിക്കുന്നത് ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞിങ്ങനെ ഒഴുകും. ഇതുണ്ടോ? ഈ കാണുന്ന ചിത്രം കണ്ടോടെ 2.9 എന്ന് പറയുന്നത് ഇതുപോലെയാവും. പിന്നീട് തുടർച്ചയായ അപരദന നിക്ഷേപണ പ്രക്രിയ മൂലം ഇത്തരം വലയങ്ങൾ കൂടുതൽ വളയും. ഇങ്ങനെ നിക്ഷേപങ്ങൾ അപ്പൊ നദികൾ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ എത്തുമ്പോൾ ഒഴുക്കിന്റെ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് അവസാദങ്ങൾ അവിടെ നിക്ഷേപിക്കും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ വളയുന്നതിന്റെ ഇങ്ങനെ വളഞ്ഞ് വരുന്നത് എന്താവും? കൂടും. പിന്നീട് ഒഴുക്ക് കൂടുമ്പോൾ നദി നേർഗതി സ്വീകരിക്കുകയും ചെയ്യും. പിന്നീട് ഇതിങ്ങനെ നിക്ഷേപമൊക്കെ കഴിയുമ്പോൾ നദി എന്താവും? നേരെ അങ്ങ് ഒഴുകിപ്പോവും. നിക്ഷേപണം മൂലം വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്നും വേർപെടും. ഇങ്ങനെ നേരെ ഒഴുകുമ്പോൾ എന്ത് ചെയ്യും? നദിയുടെ ഭാഗത്തു നിന്നും വേർപെട്ട് പ്രത്യേക ഒരു ഭാഗമായിട്ട് മാറും അല്ലെ? ഇങ്ങനെ ഒറ്റപ്പെട്ട പയ്യെ ഇതിങ്ങനെ റൗണ്ടിലായിട്ട് എന്തായി മാറും? ഒറ്റപ്പെട്ട തടാകങ്ങളായി മാറും. ഇത്തരം തടാകങ്ങളെയാണ് എന്ത് എന്ന് പറയുന്നത്? ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. ഓക്സ്ബോ തടാകത്തിന്റെ ഉദാഹരണം എന്താ? നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണേ. ഇത് കാണുന്നവര് ഏതൊക്കെയാണ് ഓക്സ്ബോ തടാകങ്ങൾ? കേരളത്തിലെ ഓക്സ്ബോ തടാകം, ഇന്ത്യയിലെ ഓക്സ്ബോ തടാകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. നദികൾ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്നതിന് നദീ മിയാൻഡറിങ് അല്ലെങ്കിൽ നദീ വലയങ്ങൾ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? നദികൾ ഇങ്ങനെ നമ്മൾ കാണിച്ചു തന്നല്ലോ. ഇതുപോലെ വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്നതിന് എന്തെന്നാ പറയുന്നത്? നദീ മിയാൻഡറിങ് അല്ലെങ്കിൽ എന്തെന്ന് പറയും? നദീ വലയങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ നദീ മിയാൻഡറിങ് ആണ് ചിത്രത്തിൽ അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഭൂപ്രകൃതികളുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്ക് നിന്നും തെക്കോട്ട് 3 പ്രധാന ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. എന്താ പറയുന്നത്? ഉത്തരേന്ത്യൻ സമതലത്തെ വടക്ക് മേലെ നിന്നിട്ടോ വടക്ക് നിന്നും തെക്കോട്ട് 3 പ്രധാന മേഖലകളായിട്ട് തിരിക്കാം. ഒന്നാമത്തേതാണ് ബാബർ, രണ്ടാമത്തേത് ടെറായി, മൂന്നാമത്തേത് എക്കൽ സമതലം. അപ്പൊ ഏതൊക്കെയാ? ബാബർ, ടെറായി, എക്കൽ സമതലം. ഈ മേഖലകളിൽ ഓരോന്നിന്റെ സവിശേഷത ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ പെട്ടി കൊടുത്തിരിക്കുന്നു എന്ന് നോക്കാം. അല്ലെ, ബോക്സ് ആണ് PSCക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ നമുക്ക് ബോക്സ് നോക്കിയപ്പോ പ്രളയ സമതലങ്ങൾ. പ്രളയ സമയത്ത് നദികൾ കരകവിഞ്ഞൊഴുകുമ്പോൾ അവ ഒഴുക്കിക്കൊണ്ട് വരുന്ന എക്കൽ ഇരു കരകളിലും നിക്ഷേപിക്കപ്പെട്ട് സമതലങ്ങൾ രൂപപ്പെടുന്നു. ഇങ്ങനെ പ്രളയ സമയത്ത് എക്കൽ നിക്ഷേപിച്ച് രൂപം കൊള്ളുന്ന സമതലങ്ങളായതിനാൽ ഇവയെ എന്തെന്ന് വിളിക്കുന്നു? പ്രളയ സമതലങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ പ്രളയ സമയത്തൊക്കെ നദികൾ കരകവിഞ്ഞൊഴുകൂലെ, ഈ സമയത്ത് രണ്ട് സൈഡിലേക്ക് നദികൾ എന്ത് ചെയ്യും? അവസാദങ്ങളൊക്കെ നിക്ഷേപിക്കും. ഇങ്ങനെ ഉണ്ടാവുന്ന സമതലങ്ങളെയാണ് എന്ത് എന്ന് പറയുന്നത്? പ്രളയ സമതലങ്ങൾ എന്ന് പറയുന്നത്. കൃഷിക്ക് ഏറെ അനുയോജ്യമായി ഇത്തരം പ്രളയ സമതലങ്ങളിലാണ് ലോക പ്രശസ്തമായ പല നദീതട സംസ്കാരങ്ങളും ഉടലെടുത്തിട്ടുള്ളത്. നദീതട സംസ്കാരങ്ങളെ കുറിച്ചൊക്കെ അറിയില്ലേ? നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സിൽ കണ്ടൂലെ. അപ്പൊ ഇങ്ങനെയുള്ള പ്രളയ സമതലങ്ങളിലാണ് എന്ത് രൂപം കൊണ്ടിട്ടുള്ള നദീതട സംസ്കാരങ്ങൾ ഉടലെടുത്തിട്ടുള്ളത്.
സിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായി അതിന്റെ തെക്കുഭാഗത്ത് കാണപ്പെടുന്ന ഭാഗമാണ് ബാബർ. എടാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിവാലിക് ഒക്കെ കണ്ടില്ലായിരുന്നോ? ദാ, ഈ സിവാലിക്കിന്റെ തെക്കു ഭാഗത്തായിട്ടായിട്ട് ഉള്ളതാണ് കേട്ടോ ബാബർ എന്ന് പറയുന്നത്. ഈ സിവാലിക്കിന്റെ തെക്കു ഭാഗത്താണ് എന്ത് എന്ന് പറയുന്നത്? ബാബർ കാണപ്പെടുന്ന ഭാഗമാണ് ബാബർ. സിവാലിക് മലയിടിവാരത്തിന് സമാന്തരമായി ചെരിവ് അവസാനിക്കുന്നിടത്ത് നിന്ന് ഏകദേശം 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂവിഭാഗമാണ് ബാബർ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചെരിവ് അവസാനിക്കുന്നിടത്ത് നിന്നും ഏകദേശം 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂഭാഗമാണ് ഏത് എന്ന് പറയുന്നത്? ബാബർ എന്ന് പറയുന്നത്. ഈ പർവ്വത ഭാഗത്ത് നിന്നും വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ടാണ് ഈ സമതലങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഈ സമതലം എങ്ങനെ രൂപപ്പെട്ടത്? പർവ്വത ഭാഗത്ത് നിന്നും വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളൊക്കെ ഇല്ലേ, പാറക്കെട്ടുകള്, പാറകള് ഒക്കെ നിക്ഷേപിച്ചാണ് എന്തുണ്ടായത്? ബാബർ രൂപം കൊണ്ടിട്ടുള്ളത്. ഈ ഉരുളൻ കല്ലുകളുടെയും പാറകളുടെയും അടിയിലൂടെ നദികൾ ഒഴുകുന്നതിനാൽ നദികൾ ഈ ഭാഗങ്ങളിൽ ദൃശ്യമാകില്ല. ഇങ്ങനെ പാതാളത്തിലൂടെ ഒഴുകുന്ന ഒരു നദിയില്ലേ, അതേതാ? പാതാള ഗംഗ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാന്ന് കണ്ടുപിടിക്കണേ. ഈ ഉരുളൻ കല്ലുകളുടെയും പാറകളുടെയും അടിയിലൂടെ നദികൾ ഒഴുകുന്നതിനാൽ നദികൾ ഈ ഭാഗങ്ങളിൽ ദൃശ്യമാവില്ല. ഓക്കെ, ഇപ്പൊ ബാബറിനെ കുറിച്ച് കേട്ടില്ലേ? ബാബർ മേഖലയ്ക്ക് സമാന്തരമായി ഏകദേശം 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലയങ്ങളാണ് ഏത് എന്ന് പറയുന്നത്? ടെറായി. ഇതാണ് കേട്ടോ ബാബർ മേഖല. ഇതാണ് ബാബർ മേഖല. അപ്പൊ ഇതാണ് ടെറായി. ചതുപ്പ് നിലയങ്ങളാണ് ടെറായി എന്ന് പറയുന്നത്. ഇതിന്റെ കിലോമീറ്റർ എത്ര മുതൽ? 10 മുതൽ 20 വരെ. അപ്പൊ ബാബറിന്റെ എത്ര മുതൽ എത്ര വരെയായിരുന്നു? 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ. ഇത് 8 മുതൽ 10ഉം ഇത് 10 മുതൽ 20 വരെയാണ് ടെറായി മേഖല എന്ന് പറയുന്നത്. ബാബർ മേഖലയിൽ അപ്രത്യക്ഷമാവുന്ന നദികൾ എവിടെ പുനർജനിക്കുക? ടെറായി മേഖലയിലാണ്. ബാബറിന്ന് നമ്മൾ എന്താ പറഞ്ഞ, പാറക്കെട്ടുകളൊക്കെ വരുമ്പോൾ അടിയിൽ കൂടെ കാണും, നമുക്ക് നദികൾ ദൃശ്യമാവില്ല. ഈ നദികൾ ടെറായി മേഖലയിൽ എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? പുനർജനിക്കുന്നു. ഇനി ടെറായി മേഖലയിൽ സമ്പുഷ്ടമായ സ്വാഭാവിക സസ്യജാലങ്ങളും ധാരാളം ജീവിവർഗങ്ങളുണ്ട്. എന്താ? ടെറായി മേഖലയിൽ സമ്പുഷ്ടമായ സ്വാഭാവിക സസ്യജാലങ്ങളും അതുപോലെ ധാരാളം ജീവിവർഗങ്ങളും ഉണ്ട്. ഇനി ടെറായി മേഖലയ്ക്കും തെക്കായി പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതലമാണ് എക്കൽ സമതലം എന്ന് പറയുന്നത്. ടെറായി മേഖലയ്ക്ക് താഴെ തെക്കായിട്ട്, അതായത് തെക്കെന്ന് പറയുമ്പോൾ താഴെയാണല്ലോ. ടെറായി മേഖലയ്ക്ക് തെക്കായി പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങൾ രൂപപ്പെട്ട സമതലങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്? എക്കൽ സമതലങ്ങൾ എന്ന് പറയുന്നത്. പഴയ എക്കൽ നിക്ഷേപമുള്ളവയെ എന്ത് എന്ന് വിളിക്കും? ബങ്കർ എന്ന് വിളിക്കും. എങ്ങനെ അറിയപ്പെടുന്ന? ബങ്കർ. പഴയ എക്കൽ നിക്ഷേപങ്ങളെ വിളിക്കുന്ന പേരാണ് ബങ്കർ എന്നും, അതുപോലെ പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഗാദർ എന്നും അറിയപ്പെടുന്നു. പുതിയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്ന പേരെന്താ? ഗാദർ. നിക്ഷേപണ ഭൂരൂപങ്ങളായ നദീദ്വീപുകള്, മണൽ വരമ്പുകള്, ഡെൽറ്റകൾ എന്നിവ ഈ മേഖലയുടെ സവിശേഷതയാണ്. എന്തൊക്കെയാ എക്കൽ സമതലങ്ങളിലെ പ്രത്യേകത എന്ന് പറയുന്ന? മണൽ വരമ്പുകള്, അതുപോലെ തന്നെ ഡെൽറ്റകള്, നദീജന്യ ദ്വീപുകൾ, ഇതെല്ലാം എന്തിന്റെ സവിശേഷതയാണ്? എക്കൽ സമതലങ്ങളുടെ കേട്ടോ. പിന്നെ പിണഞ്ഞൊഴുകുന്ന അരുവികള്, അതുപോലെ വലയങ്ങള്, പിന്നെ ഓക്സ്ബോ തടാകങ്ങൾ എന്നിവയും ഇവിടുത്തെ സവിശേഷതയാണ്. ഏതൊക്കെയാ? പിണഞ്ഞൊഴുകുന്ന അരുവികള്, വലയങ്ങള്, ഓക്സ്ബോ തടാകങ്ങൾ. ഉത്തരേന്ത്യ സമതലത്തിന്റെ കാഴ്ചയുടെ സൂചിപ്പിക്കുന്ന ഡയഗ്രാമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോഴാണ് നമുക്ക് ഇത് നോക്കിയിട്ട് പോവാം അല്ലെ. ബോക്സ് നോക്കിയിട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നദീജന്യ ദ്വീപുകൾ, നീർച്ചാൽ, തിട്ടകൾ, മണൽ വരമ്പുകൾ. സമതലങ്ങളിൽ നദിയുടെ ഒഴുക്കും ആഴവും താരതമ്യേന വളരെ കുറവാണ്. നമ്മൾ നേരത്തെ കണ്ടുപോലെ സമതലത്തിൽ എത്തുമ്പോഴത്തേക്ക് നദിയുടെ ഒഴുക്ക് കുറയും. അതിനാൽ അവ ഒഴുകിക്കൊണ്ട് വരുന്ന അവസാദങ്ങൾ എന്ത് ചെയ്യും? നദീശാലുകളിൽ ദ്വീപുകളായും വശങ്ങളിൽ തിട്ടകളായും, അതായത് നീർച്ചാൽ തിട്ടകളായും നിക്ഷേപിക്കപ്പെടും. അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെ കുറയുമ്പോ, വേഗത കുറയുമ്പോ ആ അവസാദങ്ങൾ എന്ത് ചെയ്യും? നദീചാലുകള്, ചാലുകളില് ദ്വീപുകളായി. ഇത് അവസാദങ്ങളൊക്കെ എന്ത് ചെയ്യും? അവിടെ നിക്ഷേപിക്കും. അപ്പൊ അതെന്തായിട്ട് മാറും? ദ്വീപുകളായിട്ട് മാറും. വശങ്ങളിൽ തിട്ടകളായിട്ടും, അതായത് നീർച്ചാൽ തിട്ടകളായി നിക്ഷേപിക്കപ്പെടുന്നു. പൊടി, മണല്, ചരല് എന്നിവ ഉൾപ്പെടുന്ന അവസാദങ്ങൾ നദീതടത്തിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന രേഖീയ ഭൂരൂപങ്ങളാണ് മണൽ വരമ്പുകൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാ പറയുന്നത്? പൊടി, മണല്, അതുപോലെ ചരല് എന്നിവ ഉൾപ്പെടുന്ന അവസാദങ്ങൾ നദീതടത്തിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന രേഖീയ ഭൂരൂപങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്? മണൽ വരമ്പുകൾ എന്ന് പറയുന്നത്. ഇതാണ് ഹിമാലയം, ബാബർ. അതിന്റെ തൊട്ട് താഴെ 8 മുതൽ 10 കിലോമീറ്റർ ആണ് ബാബർ. ഇവിടെ എന്തില്ല? നദി നമുക്ക് ദൃശ്യമല്ല. എന്നാൽ ടെറായി ഇത് ചതുപ്പ് പ്രദേശമാണ്. ഇവിടെയാണ് എന്തുള്ളത്? ഇവിടെയാണ് നദി പുനർജനിക്കുന്നത്. അതിന് ശേഷമുള്ള ഭാഗമാണ് ഗാദറും മങ്കറും. ഇതെന്താണ്? എക്കൽ സമതലാണ്. ഇതിൽ പഴയ എക്കൽ സമതലത്തെ നമ്മൾ എന്ത് എന്ന് വിളിക്കും? മങ്കർ എന്നും, പുതിയതിനെ എന്ത് എന്ന് വിളിക്കും? ഗാദർ എന്ന് വിളിക്കുന്നു. കിട്ടിയോടാ? ഇനി ഇനി എന്താണ് ഡെൽറ്റകൾ എന്നാ പറയുന്നത്? സമതലങ്ങളിലൂടെ ഒഴുകി നദീമുഖത്തോട് അടുക്കുമ്പോൾ നദി വളരെ സാവധാനം ഒഴുകി വരും. ഇവിടെ കൊടുത്തിട്ടുണ്ട്.
സമതലങ്ങളിലൂടെ ഒഴുകി നദീമുഖത്തോട് അടുക്കുമ്പോൾ എന്ത് ചെയ്യും? നദിക്ക് വീണ്ടും വേഗത കുറയും. നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന അവസാദത്തിന്റെ അളവ് കൂടുതലായതിനാലും നദീജലം കൂടുതലായതിനാലും മിക്ക നദികളും ഈ പ്രദേശത്ത് കൈവഴികളായി പിരിഞ്ഞൊഴുകും. ഇങ്ങനെ പല കൈവഴികളായി പിരിയുമ്പോൾ അപ്പോൾ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിക്കപ്പെട്ട് ഏതാണ്ട് ത്രികോണാകൃതിയിലുള്ള ഭൂരൂപങ്ങൾ രൂപപ്പെടുന്നുണ്ടോ? ഇവിടെയൊക്കെ കണ്ടില്ലേ? ഇതുണ്ടോ? ഇവിടെ നോക്കിയേ. ഇങ്ങനെയുള്ള ഭാഗങ്ങളായിട്ട് ഈ കൈവഴികളായിട്ട് പിരിയുമ്പോൾ അവസാദങ്ങൾ അവിടെ വന്നടിയും. അപ്പൊ അതിന് പറയുന്ന പേരാണ് എന്തെന്ന്? ഡെൽറ്റ എന്ന്. അതിനെ പറയുന്ന പേരാണ്, ഈ ഭാഗത്തെ പറയുന്ന പേരാണ് ഡെൽറ്റ. ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തിന്റെ ആകൃതിയോട് സാമ്യമുള്ളതുകൊണ്ടാണ് ഇവയ്ക്ക് ഈ പേര് വന്നത്. എന്താ പറയുന്നത്? ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തിന് ആകൃതിയോട് സാമ്യമുള്ളതുകൊണ്ടാണ് ഇവയ്ക്ക് ഏത് പേര് വന്നത്? ഈ ഡെൽറ്റകൾ എന്ന് പേര് വന്നത്. ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ ഭൂപ്രകൃതി സവിശേഷതകളാണല്ലേ നമ്മൾ കണ്ടത്. ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് മനസ്സിരുത്തി വായിച്ചു നോക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്തത് വായിക്കാൻ പോകുന്നത് എന്താണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ കാലാവസ്ഥയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യത്തേത് ശൈത്യകാലം. ഉത്തരേന്ത്യയിൽ സാധാരണയായി നവംബർ മധ്യത്തോടെയാണ് ശൈത്യകാലം എത്തുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ തണുപ്പേറിയ മാസങ്ങൾ ഡിസംബറും ജനുവരിയാണ് കേട്ടോ. അപ്പൊ ഉത്തരേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശൈത്യം അനുഭവപ്പെടുന്ന ഏതൊക്കെ മാസങ്ങളിൽ? ഡിസംബറിലും ജനുവരിയിലും. ഈ കാലയളവിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നു. ഈ കാലയളവിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ എന്ത് ചെയ്യുന്നു? അതിശൈത്യം അനുഭവപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് നോക്കാം. കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. എന്താ പറയുന്നത്? സമുദ്രത്തിന്റെ സാമീപ്യമാണ് ഒന്നാമതായിട്ട് പറയുന്നത്. അത്രയും ചെറുതാക്കി നമ്മൾ പഠിച്ചാൽ മതി. സമുദ്രത്തിന്റെ സ്വാധീനം വളരെ അകലെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഉത്തരേന്ത്യ പ്രദേശങ്ങളിലൊന്നും നമുക്ക് സമുദ്രം ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് കാലാവസ്ഥയിൽ ശൈത്യം കൂടുതൽ അനുഭവപ്പെടാൻ കാരണം. രണ്ടാമതായിട്ട് പറയുന്നത് ഹിമാലയൻ പർവ്വത നിരകളിലെ മഞ്ഞുവീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നു. ഹിമാലയത്തിൽ നിന്ന് മഞ്ഞു വീഴുന്നത് എന്തിന് കാരണമാകുന്നു? ശീതക്കാറ്റിന് കാരണമാകുന്നു. ഇതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ ശൈത്യം അനുഭവപ്പെടാനുള്ള കാരണം എന്താണ്? പശ്ചിമേഷ്യയിൽ നിന്ന് വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് പ്രദേശങ്ങളിൽ ഹിമം, മൂടൽമഞ്ഞ്, ശീതതരംഗം എന്നിവയ്ക്ക് കാരണമാകുന്നു. എന്താ പറയുന്ന? പശ്ചിമേഷ്യയിൽ നിന്ന് വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് പ്രദേശങ്ങളിൽ ഹിമം, അതുപോലെ തന്നെ മൂടൽമഞ്ഞ്, ശീതതരംഗം എന്നിവയ്ക്ക് കാരണമാകുന്നു. ഉത്തരേന്ത്യയിൽ നിന്ന് ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യന്റെ അയനവും കാലാവസ്ഥയിൽ കാരണമാണ്. എന്താ പറയുന്ന? ഉത്തരാർദ്ധഗോളത്തിൽ നിന്ന് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് സൂര്യൻ സഞ്ചരിക്കുകയാണല്ലേ. ഇതാണ് സൂര്യന്റെ അയനം എന്ന് പറയുന്നത്. അപ്പൊ അതും എന്തിന് കാരണമാണ്? ശൈത്യ കാലത്തിന് കാരണമാണ്. ഈ ശൈത്യകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നേരിയ മഴ ലഭിക്കാറുണ്ട്. എന്താ പറയുന്നത്? ശൈത്യകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നേരിയ മഴ ലഭിക്കാറുണ്ട്. ഇനി അടുത്തത് ഉഷ്ണകാലം. ഉത്തരേന്ത്യയിലെ ഉഷ്ണകാലം ഏത് മാസമാണെന്നാ പറയുന്നത്? മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില ഉയരുവാൻ തുടങ്ങും. മാർച്ച് മാസം ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഉഷ്ണം തുടങ്ങും. ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ മാസങ്ങളിലാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഏതൊക്കെ മാസങ്ങളിലാണ്? ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ മാസങ്ങളിലാണ് എന്ത് അനുഭവപ്പെടുന്നത്? ഉത്തരേന്ത്യയിൽ. അപ്പൊ ശൈത്യം അനുഭവപ്പെടുന്നത് ഡിസംബറിലും ജനുവരിയിലാണ് ഏറ്റവും കൂടുതലെങ്കിൽ ഉഷ്ണകാലം ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അതികഠിനമായിരിക്കും. മെയ് മാസത്തോടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതികഠിനമായിരിക്കും. ഏകദേശം മെയ് മാസം ആകുമ്പോഴത്തേക്ക് അവിടെ എത്ര ഡിഗ്രി വരെ ചൂട് കൂടും? 48 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാറുണ്ട്. മെയ്, ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്ന് ഗംഗാ സമതലത്തിലേക്ക് ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ വീശുന്നു. ഈ ഉഷ്ണക്കാറ്റ് അറിയപ്പെടുന്ന പേരെന്താ? ലൂ എന്നാണ് കേട്ടോ. അപ്പൊ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വീശുന്ന ഉഷ്ണക്കാറ്റിന്റെ പേര് ഏതാത്? ലൂ എന്നാണ് കേട്ടോ. രാജസ്ഥാനിലൂടെയൊക്കെ വീശുന്ന കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. അതൊരു പ്രാദേശിക വാദമാണ്. അപ്പൊ ലൂ എന്നറിയപ്പെടുന്ന ഈ കാറ്റുകൾ ഉത്തരേന്ത്യൻ സമതലത്തിലെ താപനില ഗണ്യമായിട്ട് ഉയർത്തി. ലൂ എന്ന് പറയുന്ന ഒരു ഉഷ്ണക്കാറ്റല്ലടാ. അപ്പൊ ഈ ഉഷ്ണക്കാറ്റ് വീശുമ്പോൾ എന്ത് ചെയ്യും? ഉത്തരേന്ത്യൻ സമതലത്തിലെ താപനില എന്താവും? കൂടും. പഞ്ചാബ്, ഹരിയാന, കിഴക്കൻ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പൊടി നിറഞ്ഞ കാറ്റുകൾ സാധാരണമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് ലൂ. പഞ്ചാബ്, ഹരിയാന, കിഴക്കൻ രാജസ്ഥാൻ, ഉത്തർപ്രദേശിലോട്ടൊക്കെ ഇത്തരം കാറ്റുകൾ ചെറിയ തോതിലുള്ള മഴയ്ക്ക് കാരണമായതിനാൽ അതികഠിനമായ വേനൽ ചൂടിൽ നിന്നും അല്പാശ്വാസം ലഭിക്കും. അപ്പൊ ഇതുപോലെയുള്ള പ്രാദേശികവാദങ്ങളൊക്കെ വീശുമ്പോൾ എന്ത് ചെയ്യും? എന്ത് പറ്റും? ചെറിയ തോതിലുള്ള മഴ ലഭിക്കും. അത് വേനൽ ചൂടിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കും. ഇനി അടുത്തതായിട്ട് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലമാണല്ലേ തെക്ക് പടിഞ്ഞാറ്. അപ്പൊ ഉത്തരേന്ത്യയിൽ എങ്ങനെയാന്ന് നോക്കാം. മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ താപനില ഗണ്യമായിട്ട് ഉയരും. നമ്മൾ നേരത്തെ കണ്ടുപോലെ തൽഫലമായി ഇവിടെ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ മേഖല
തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുന്നു. അപ്പൊ എന്താ പറയുന്നത്, ഇവിടെ എന്ത് ചെയ്യും, ന്യൂനമർദ്ദമായിരിക്കും. ചൂട് കൂടുമ്പോൾ എന്താ സംഭവിക്കുക, ന്യൂനമർദ്ദമായിരിക്കും. അപ്പൊ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കും. 2 ശാഖകളായിട്ടാണ് തെക്ക് പടിഞ്ഞാറൻ കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് പ്രവേശിക്കുന്നത്. എങ്ങനെ പ്രവേശിക്കുന്ന, ന്യൂനമർദ്ദത്തെ കാണുമ്പോൾ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ഓടി വരും. ആ ഓടി വരുന്നത് എങ്ങനെയാണ്, 2 ശാഖകളായിട്ടാണ് വരിക. എങ്ങനെയൊക്കെ അത് പ്രവേശിക്കുന്നതെന്നാണ് ഇനി നോക്കുന്നേ. ഇതുണ്ടോ, തെക്ക് പടിഞ്ഞാറൻ കാറ്റാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാ 2 ശാഖകളായിട്ടല്ലേടാ വന്നിരിക്കുന്നത്, കണ്ടോ, അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും. സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ 2 ഉപശാഖകളായിട്ട് പിരിയും. എതിലേക്കായിരുന്നു, സുന്ദരവനം കേട്ടിട്ടില്ലേ? വലിയ ഡെൽറ്റ പ്രദേശങ്ങളിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ 2 ഉപശാഖകളായിട്ട്, ഇതുണ്ടോ, 2 ഉപശാഖകളായിട്ട് പിരിയുന്നു. ഒന്ന് കിഴക്കൻ ദിശയിൽ ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ച് വൻതോതിൽ മഴ നൽകുന്നു. ഇത് ഇങ്ങോട്ട് പോയിട്ട് എങ്ങോട്ടേക്കാ വരിക, ബ്രഹ്മപുത്ര, ഇതുണ്ടോ, ഇവിടേക്കാണ് പോവുക ഒരു ശാഖ. അത് എങ്ങോട്ടേക്കാ, ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ച് വൻതോതിൽ മഴ നൽകുന്നു. ഇനി പടിഞ്ഞാറ് ദിശയിൽ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഉപശാഖയായിട്ട് പശ്ചിമ ബംഗാൾ, ഇവിടെ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് ഇവിടങ്ങളിലൊക്കെ, ഡൽഹി എന്നിവിടങ്ങളിൽ മഴ നൽകി മുന്നേറുന്നു. ഓക്കെ, 2 ശാഖകളായിട്ട് പിരിയും. ഒന്ന് എങ്ങോട്ടാ പോവാ, ബ്രഹ്മപുത്ര സമതലത്തിലേക്ക്. രണ്ടാമത്തെ എങ്ങോട്ടേക്കാ പോകുന്നത്, ഗംഗാ സമതലത്തിലേക്കും അല്ലെ. ഇത് ആരവല്ലി പർവ്വതനിരയ്ക്ക് സമാന്തരമായി നീങ്ങുന്നു. അറബിക്കടൽ ഇതിങ്ങനെ, ഇതല്ലേ ആരവല്ലി പടിഞ്ഞാറ് ഭാഗത്തല്ലേ. ഈ അറബിക്കടൽ ശാഖ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഇങ്ങനെ വീശി വരുമ്പോ അത് ആരുമായിട്ട് ചേരും, ഈ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുമായിട്ട് മുന്നേറും. ഇത് ആരവല്ലി പർവ്വതനിരയ്ക്ക് സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖയുമായി പഞ്ചാബ് സമതലത്തിൽ വെച്ച് കൂടിച്ചേരും. ഇതാ ഇവിടെ വെച്ചിട്ട് പഞ്ചാബ് ഹരിയാന സമതലത്തിൽ വെച്ച് ആരൊക്കെ തമ്മിൽ കൂടിച്ചേരും, അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും കൂടിച്ചേരും. ഇനി പടിഞ്ഞാറ് ഹിമാലയത്തിന്റെ അടിവാര മേഖലകളിൽ ഇത് മഴ പെയ്യുന്നതിന് കാരണമാകും. പടിഞ്ഞാറ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മഴ എത്തിക്കുന്നതിന് ഏത് കാരണമാകുന്നു, ഈ അറബിക്കടൽ ശാഖയുടെയും ബംഗാൾ ഉൾക്കടൽ ശാഖയും തമ്മിൽ കൂടിച്ചേരുന്നത് പടിഞ്ഞാറ് ഭാഗത്ത്, ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ പെയ്യുന്നതിന് കാരണമാകുന്നു. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്തെ പ്രധാന മഴക്കാലം എന്ന് പറയുന്നത്. ഏതു മുതൽ ഏതു വരെയാ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്തെ പ്രധാന മഴക്കാലം എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം എങ്ങനെയാണ് വരുന്നത്, ഏത് ശാഖകളായിട്ടാണ് തിരിയുന്നത്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് മഴ ലഭിക്കുന്നത്, ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇതിന്റെ കാലഘട്ടം എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തതായിട്ട് വടക്ക് കിഴക്കൻ മൺസൂൺ. സൂര്യന്റെ ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള അയനം മൂലം ഉത്തരേന്ത്യൻ സമതലത്തിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ മേഖല ക്രമേണ തെക്കോട്ട് പിൻവാങ്ങുന്നു. ക്രമേണ എന്ത് ചെയ്യും, ഇത് ഇങ്ങനെ തെക്കോട്ടേക്ക് വരും. ഈ മൺസൂണിന്റെ പിൻവാങ്ങൽ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഈ മൺസൂൺ കാലഘട്ടം ആയിരുന്നല്ലോ അതുവരെ, അതിനുശേഷം ഈ കാലഘട്ടത്തെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്തെ എന്തെന്ന് വിശേഷിപ്പിക്കും, മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ കാലത്ത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുന്നു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ചൂട് കുറവല്ലേ, മഴക്കാലമല്ലായിരുന്നോ, ആ സമയത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും ഇവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യും. എന്ത് ചെയ്യും, കാറ്റ് എങ്ങോട്ടേക്ക് വീശും, ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വീശും കേട്ടോ, ഈ ഭാഗത്തേക്ക് കേട്ടോ വീശുകയും ചെയ്തു. ഈർപ്പരഹിതമായി ഈ കാറ്റ് വടക്ക് കിഴക്കൻ ദിശയിൽ നിന്നുമായതിനാലാണ് ഈ കാലത്തെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് പറയുന്നത്. എവിടെ നിന്നത് വീശുന്നത്, വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്നല്ലടാ വീശുന്നത്. ഈ ആരോ കൊടുത്തിരിക്കുന്നുണ്ടോ, വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് എങ്ങോട്ടേക്കാ വീശുന്നത്, ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കല്ലേ വീശുന്നത്. അതുകൊണ്ട് ഇതിനെ എന്ത് എന്ന് പറയുന്നു, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിളിക്കുന്നു. ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഈ കാലയളവിൽ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാക്കുന്നു. അപ്പൊ എന്താ പറയുന്നത്, ഉത്തരേന്ത്യ പ്രദേശങ്ങളിൽ അപ്പൊ എന്തായിരിക്കും, വരണ്ട കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുന്നത്. ഈ കാലയളവിൽ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാക്കുന്നു. ഈ പ്രതിഭാസത്തെ ഒക്ടോബർ ചൂട് എന്ന് വിശേഷിപ്പിക്കുന്നു. ഇവിടെ ഭയങ്കര ഈ വടക്കിഴക്കൻ മൺസൂൺ കാലത്ത് ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ വരണ്ട കാലാവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് എന്ന് വിളിക്കുന്നു, ഈ ഒക്ടോബർ മാസത്തെ ഒക്ടോബർ ചൂട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിലെ നൈസർഗിക സസ്യജാലങ്ങൾക്കും ഏറെ വൈവിധ്യമുണ്ട്. അപ്പൊ ഇനി പറയുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ചാണ്. ഈ ഭൂപ്രകൃതിയിലെ സവിശേഷതകൾ ഉള്ളതുപോലെ തന്നെ നൈസർഗിക സസ്യജാലങ്ങൾക്കും ഒരുപാട് എന്തുണ്ട്, വൈവിധ്യമുണ്ട് കേട്ടോ.
ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിന്റെ സ്വഭാവം എന്നീ ഘടകങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങളുടെ ഈ വൈവിധ്യത്തിന് കാരണം. അപ്പൊ എന്തൊക്കെയാന്നാ പറയുന്നത്? ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിന്റെ സ്വഭാവം എന്നീ ഘടകങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങളുടെ ഈ വൈവിധ്യത്തിന് കാരണം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഇടലുകൾ ഇല്ലാതെ ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയെയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സസ്യങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറയുന്നേ? മനുഷ്യന്റെ ഇടപെടലുകളൊന്നുമില്ലാതെ മനുഷ്യന്റെ ഇടപെടലുകളൊന്നുമില്ലാതെ എന്ത് ചെയ്യണം? ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയെയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സസ്യങ്ങളാണ് ഏത് എന്ന് പറയുന്നത്? നൈസർഗിക സസ്യജാലങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇനി ഉത്തരേന്ത്യൻ സമതലത്തിൽ പൊതുവെ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങൾ ഏതൊക്കെയാന്നാ പറയുന്നത്? ഒന്നേതാ? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഒന്നേതാ? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങള്. 2 ഉഷ്ണമേഖല മുൾക്കാടുകൾ. രണ്ടാമത്തേതാ? ഉഷ്ണമേഖല മുൾക്കാടുകൾ. 3 ചതുപ്പ് നിലവനങ്ങൾ. അപ്പൊ ഈ 3 നൈസർഗിക സസ്യജാലങ്ങൾ. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ രണ്ടായി തിരിക്കാം. വരണ്ട ഇലപൊഴിയും കാടുകൾ അല്ലെങ്കിൽ രണ്ടാമത്തെ ആർദ്ര ഇലപൊഴിയും കാടുകൾ എന്നിവയാണ് അവ. ഏതൊക്കെയാ? വരണ്ട ഇലപൊഴിയും കാടുകള്, രണ്ടാമത്തെ ആർദ്ര ഇലപൊഴിയും കാടുകള്. 70 സെന്റിമീറ്ററും 100 സെന്റിമീറ്ററും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. എവിടെയാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്? 70 സെന്റിമീറ്ററിനും അതുപോലെ 100 സെന്റിമീറ്ററും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ട്ടോ. എങ്ങനെയാ പറയുന്നത്? 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. വരണ്ട അന്തരീക്ഷ സ്ഥിതിയിൽ ഏകദേശം 6 മുതൽ 8 ആഴ്ച വരെ ഈ സസ്യങ്ങൾ ഇലപൊഴിയുന്നു. എങ്ങനെയാ പറയുന്നത്? വരണ്ട അന്തരീക്ഷ സ്ഥിതി ആണെങ്കിലേ ഏകദേശം 6 മുതൽ 8 ആഴ്ച വരെ ഈ സസ്യങ്ങൾ എന്ത് ചെയ്യും? ഇലപൊഴിക്കും. ഉത്തർപ്രദേശിലെ സമതലത്തിലും ബീഹാറിലും വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നു. അപ്പൊ വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്? ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും അതുപോലെ ബീഹാറിലുമാണ് വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നത്. 100 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന ടെറായി ബാബർ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അല്ലെ? ഭൂപ്രകൃതി എങ്ങനെയാന്നുള്ളത് നമ്മൾ പഠിച്ചായിരുന്നു. ബേക്കൽ സമതലങ്ങളിലാണ് 100 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന ടെറായി ബാബർ മേഖല ഉൾപ്പെടുന്ന സിവാലിക് താഴ്വര. അതുപോലെ ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. എവിടേക്കാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്? ടെറായി ബാബർ ഭാഗത്ത്. അതില് ഉൾപ്പെടുന്ന സിവാലിക് താഴ്വരയിലും അതുപോലെ തന്നെ ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെ ചില ഭാഗങ്ങളിലുമായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. തേക്ക്, സാൽശിഷ, മഹുവ, നെല്ലി, ചന്ദനം എന്നിവ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന ചില സസ്യവർഗ്ഗങ്ങളാണ്. ഏതൊക്കെയാണ്? തേക്ക്, സാൽശിഷ, മഹൂബ, നെല്ലി, ചന്ദനം എന്നിവ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന ചില സസ്യഭാഗങ്ങളാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താരതമ്യേന മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ തേക്കും മറ്റു വൃക്ഷങ്ങളും അവയ്ക്കിടയിൽ പുൽമേടുകളും. എന്തൊക്കെയാ പറയുന്നത്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താരതമ്യേന മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ തേക്കും മറ്റു വൃക്ഷങ്ങളും അവയ്ക്കിടയിൽ പുൽമേടുകളും കാണപ്പെടും. അതുപോലെ ഒരു മൈതാന ഭൂപ്രദേശ ദൃശ്യം ഈ വനപ്രദേശങ്ങൾക്ക് കൈവരുന്നു. എന്താ പറയുന്നത്? ഒരു മൈതാനത്തിന്റെ ഏകദേശം കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു മൈതാനം പോലെയാണ് ഇരിക്കുന്നത്. ഇനി ഈ വനപ്രദേശങ്ങൾ കൈവരുന്നു. വരൾച്ചാക്കാലത്തിന്റെ തുടക്കത്തിൽ മരങ്ങളെല്ലാം പൂർണ്ണമായും ഇലകൾ പൊഴിക്കുന്നു. വരൾച്ച വരുമ്പോ എന്താവും? വർഷാകാലത്തിന്റെ തുടക്കത്തിൽ മരങ്ങളെല്ലാം പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും? ഇലകൾ പൊഴിക്കും. തൽഫലമായി ഈ മരങ്ങൾ എഴുന്നു നിൽക്കുന്ന പുൽമേടുകളായി മാറുന്നു. ഇതുണ്ടോ ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ എങ്ങനെയാണ്? ഒരു മൈതാനമൊക്കെ പോലെ ആയില്ലേ. ഇനി അടുത്തത് മഴക്കുറവും കന്നുകാലി മേയ്ക്കലിന്റെ വർധനവും കാരണം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സസ്യജാലങ്ങൾ വളരെ കുറവായിരിക്കും. ശുഷ്കമാണ്. എന്താ പറയുന്നത്? മഴക്കുറവായിരിക്കും. അതുപോലെ തന്നെ വർദ്ധിച്ച കന്നുകാലി മേയ്ക്കലൊക്കെ എവിടെയുണ്ട്? ഉത്തരേന്ത്യൻ സമതല ഭാഗത്ത് കന്നുകാലി മേയ്ക്കലാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ സസ്യജാലങ്ങൾ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. തെക്ക് പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും മേഖല മഴക്കാടുകൾ കാണപ്പെടാറുണ്ട്. അപ്പൊ എന്തൊക്കെയാ പറയുന്നത്? തെക്ക് പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടാറുണ്ട്. വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞതാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഉഷ്ണമേഖല മുൾക്കാടുകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? വൈവിധ്യമാർന്ന പുല്ലുകളും അതുപോലെ കുറ്റിച്ചെടികളും നിറഞ്ഞതാണ്. ബാബുൽ,
ബെറ്, മഞ്ഞ് ഈന്തപ്പനകള്, കയിറ്, വേപ്പ്, കെജ്രി, പാലാസ് തുടങ്ങിയവയാണ് പ്രധാന സസ്യവർഗ്ഗങ്ങൾ. അവിടുത്തെ പ്രധാന സസ്യവർഗ്ഗങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ബാബുല്, ബെറ്, വന്യ ഈന്തപ്പനകള്, ഗയറ്, വേപ്പ്, കെജ്രി, പലാസ് തുടങ്ങിയവയാണ് പ്രധാന സസ്യവർഗ്ഗങ്ങൾ. 2 മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ടസോക്കി എന്ന പുല്ല് വിഭാഗങ്ങളും അടിക്കാടായി ചിലയിടങ്ങളിൽ. അപ്പൊ ടസോക്കി എന്ന് പറയുന്നത് എന്താണ്? പുല്ല് വിഭാഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് കേട്ടോ. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടോടാ, ഉഷ്ണമേഖലാ മുൾക്കാടുകള്. ഇത് മേലെ ഉഷ്ണമേഖല വരണ്ട ഇലപ്പൊഴിയും കാടുകളും, രണ്ടാമതായി കൊടുത്തിരിക്കുന്ന എന്താ? ഉഷ്ണമേഖലാ മുൾക്കാടുകളും. ഇനി രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ, ശുദ്ധജല തടാകങ്ങൾ, ഗംഗാ സമതലത്തിലെ ശുദ്ധജല ചതുപ്പുകള്, ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങൾ, സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് ചതുപ്പ് നിലവനങ്ങൾ. ചതുപ്പ് നില ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാ അറിയോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഏതാ? പശ്ചിമ ബംഗാളാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചതുപ്പ് കാണപ്പെടുന്ന എവിടെയാ? ഈ ചതുപ്പ് കേരളത്തില് ഏറ്റവും കൂടുതൽ ചതുപ്പിൽ കൃഷി ചെയ്യുന്നൊരു സസ്യം ഉണ്ടല്ലോ, ഏതാ? കണ്ടൽക്കാടിലെ. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ളത് എവിടെയാ? കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. അതുപോലെ പശ്ചിമ ബംഗാളിൽ ഗംഗാ സമതലത്തിന്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ. നേരത്തെ പറഞ്ഞ പോലെ പശ്ചിമ ബംഗാള് ഗംഗാ സമതലത്തിന്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശമാണ് ഏത് എന്ന് പറയുന്നത്? സുന്ദർബൻ. ഇവിടെ നിബിഡമായി കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ. കണ്ടോ, ഇവിടെ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ളത് എവിടെയാ? പശ്ചിമ ബംഗാളിലാണ്. അതുപോലെ കേരളത്തിൽ എവിടെയാ? കേരളത്തില് കണ്ടുപിടിച്ചിട്ട് വരും കേട്ടോ. ഇനി റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം കൂടിയാണ് സുന്ദർബൻ എന്ന് പറയുന്നത്. റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം എവിടെയാണ്? സുന്ദർബനിലാണ് കേട്ടോ. ഇതുണ്ട് ചതുപ്പ് നിലയം, ചതുപ്പായിരിക്കും. അവിടെ കണ്ടൽക്കാടുകള് സ്വാഭാവിക സസ്യജാലങ്ങളാണ് കേട്ടോ. ഇനി മത്സ്യങ്ങൾ ഉൾപ്പെടെ നിരവധി ജലജീവി വർഗങ്ങൾക്ക് കണ്ടൽ സസ്യങ്ങളുടെ വേരുകൾ സജീവ ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്നു. വൈവിധ്യമാർന്ന പക്ഷികളുടെ അഭയകേന്ദ്രം കൂടിയാണ് ഈ കണ്ടൽക്കാടുകൾ. സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടികൾ സുന്ദർബൻ ഡെൽറ്റയുടെ പ്രത്യേകതയാണ്. അപ്പൊ എപ്പോഴും ചോദിക്കാറുണ്ട്, സുന്ദരി കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? എവിടെയാ? അത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുന്ദർബനിലാണ് കേട്ടോ. ഓർത്ത് വെക്കണേ. ഇതാ നൈസർഗിക സസ്യജാലങ്ങൾ. ഇന്ത്യയുടെ നൈസർഗിക സസ്യജാലങ്ങൾ. ഉത്തരേന്ത്യൻ സമതലം അതാ. ഏതാ ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുന്നത്? ഇതാ, ഇതൊക്കെയാണ് കേട്ടോ ഉത്തരേന്ത്യൻ സമതലം. ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടുന്ന എവിടെയാ? ഇതാ ഇത് ഉഷ്ണമേഖല മുൾക്കാടുകൾ. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ ഇതാ നമ്മുടെ കേരളത്തിന്റെ ഒക്കെ ഭാഗമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇതാ കുറച്ച് ആന്ധ്രാപ്രദേശിന്റെ ഒക്കെ ഭാഗമായിട്ട് കുറച്ചുണ്ട്. പിന്നെ ഇവിടെ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ ഏതാ? ഇതാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരും കേട്ടോ. പിന്നെ അടുത്തത് പർവ്വതവനങ്ങൾ കൂടുതൽ കാണപ്പെടുന്ന എവിടെ? ഉത്തരപർവ്വത മേഖലകളിൽ. ഉത്തരപർവ്വത മേഖല. അതുപോലെ തന്നെ നമ്മുടെ കിഴക്കൻ ഏരിയകളിലൊക്കെ ആയിട്ടാണ് എന്ത് കാണപ്പെടുന്ന? പർവ്വതവനം. കണ്ടൽക്കാട് എവിടെയാ? ഇതാ പശ്ചിമ ബംഗാളിൽ. കണ്ടോടാ. അതുപോലെ ഒഡീഷന്റെ കുറച്ച് ഭാഗം, ആന്ധ്രാപ്രദേശിന്റെ ബോർഡർ, അതുപോലെയൊക്കെ കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇനി നൈസർഗിക സസ്യജാലങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തയായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ? ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ മണ്ണിനങ്ങൾ. അപ്പൊ നമ്മൾ കാലാവസ്ഥ നോക്കി, ഭൂപ്രകൃതി നോക്കി, കാലാവസ്ഥ നോക്കി, നൈസർഗിക സസ്യജാലങ്ങൾ നോക്കി. ഇനി നമ്മൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ മണ്ണിനങ്ങളാണ്. ഉത്തരേന്ത്യൻ സമതലത്തിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് ഏത്? എക്കൽ മണ്ണ്. മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വിസ്തൃതി കുറഞ്ഞ വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്നവയാണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. എന്താ പറയുന്ന? മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള, ഓർത്തിരിക്കണേ, മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്നവയാണ് ഏത് എന്ന് പറയുന്നത്? എക്കൽ മണ്ണ്. രാജസ്ഥാനിൽ കുറഞ്ഞ വിസ്തൃതിയിൽ കാണപ്പെടുന്ന ഇവ ഗുജറാത്തിന്റെ സമതല പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്നു. എന്താ പറയുന്നത്? രാജസ്ഥാനില് കുറഞ്ഞ വിസ്തൃതിയിൽ കാണപ്പെടുന്ന ഇവ ഗുജറാത്തിന്റെ സമതല പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് കാണപ്പെടാറുണ്ട്. ഗംഗാ സമതലങ്ങളിൽ 2 വ്യത്യസ്തങ്ങളായ എക്കൽ മണ്ണിനങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട്. ഏതൊക്കെയാ? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഏതൊക്കെയാ ഗംഗാ സമതലങ്ങളിലെ 2 വ്യത്യസ്തങ്ങളായ എക്കൽ മണ്ണുകൾ? ഏതൊക്കെയാ? ഗാദറും ബങ്കറും കേട്ടോ. എക്കൽ മണ്ണിനങ്ങളായിരുന്നു ഗാദറും ബങ്കറും. എന്തൊക്കെയാ ഗാദർ, ബങ്കർ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇതാ മുൻ പാഠഭാഗങ്ങൾ പരിശോധിച്ച് ഇവിടെ സവിശേഷതകൾ എഴുതി നോക്കുക. ബ്രഹ്മപുത്ര ഗംഗാ സമതലങ്ങളുടെ കീഴ്ഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഇത്തരം മണ്ണുകൾ കൂടുതൽ നേർത്തതും കളിമണ്ണ് കലർന്നതുമായി കാണപ്പെടുന്നു. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ് കേട്ടോ. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എന്ന് പറയുന്നത് ഏതാണ്? എക്കൽ മണ്ണാണ്.
മധ്യ ഗംഗാ സമതലത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലായി ചെമ്മണ്ണ് കാണപ്പെടുന്നു. മധ്യ ഗംഗാ സമതലത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലായിട്ട് എന്ത് കാണപ്പെടുന്നു? ചെമ്മണ്ണ് കാണപ്പെടുന്നു. ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ഈ മണ്ണിന് ചുവപ്പ് നിറം കാരണം. എപ്പോഴും ചോദിക്കുന്നതാണ്, ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകാൻ കാരണം എന്താണ്? ഇരുമ്പിന്റെ സാന്നിധ്യമാണ്. സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലവണമണ്ണ്. എന്താ പറയുന്നത്? സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ലവണമണ്ണ്. സുന്ദർബന്റെ പ്രത്യേകത എന്താ? ചതുപ്പ് പ്രദേശമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഡെൽറ്റ കാണപ്പെടുന്നത്, അല്ലെ? പൊതുവെ ഈ മണ്ണില് ഉപ്പിന്റെ അംശം കൂടുതലാണ്. മണലും പശ്ചിമ മണ്ണും കൂടിക്കലർന്ന മണ്ണാണിത്. ഡെൽറ്റ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന സമുദ്രജല കയറ്റമാണ് ഈ പ്രദേശങ്ങളിൽ ഇത്തരം മണ്ണുണ്ടാവാൻ കാരണം. അപ്പൊ ഇവിടെയൊക്കെ ഈ ഡെൽറ്റ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന സമുദ്രജലത്തിന്റെ കയറ്റമാണ് ഈ രീതിയിലുള്ള ചെമ്മണ്ണൊക്കെ കാണപ്പെടാനുള്ള കാരണം എന്നാ പറയുന്നത്. ഉത്തരേന്ത്യ സമതലങ്ങളിൽ പലയിടങ്ങളിലും ജലസേചനത്തിലൂടെ തീവ്ര കൃഷി നടത്തിയിടങ്ങളില് എക്കൽ മണ്ണിന്റെ ശോഷണം സംഭവിച്ച് ലവണ മണ്ണായി മാറിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിന്റെ തീരപ്രദേശങ്ങളിൽ പീറ്റ് മണ്ണും കാണപ്പെടാറുണ്ട്. ആ കണ്ടൽ ചെടിയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് തന്നെയാണ്? പീറ്റ് മണ്ണാണ് കേട്ടോ. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് വരണ്ട മണ്ണ്. എവിടെയാ? ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? വരണ്ട മണ്ണ്. രാജസ്ഥാനില് വരണ്ട മണ്ണാണല്ലോ, നമ്മൾ പഠിച്ചല്ലോ അല്ലെ? ഘടനാപരമായ മണൽ രൂപവും ലവണത്വ സ്വഭാവമുള്ള ഈ മണ്ണിൽ ജൈവാംശവും ജലാംശവും വളരെ കുറവായിരിക്കും. അപ്പൊ വരണ്ട മണ്ണിന്റെ പ്രത്യേകത എന്താണ്? ജൈവാംശവും അതുപോലെ തന്നെ ജലാംശവും വളരെ കുറവായിരിക്കും. അതിനാൽ ഈ മണ്ണിൽ സസ്യവളർച്ചയ്ക്ക് ജലസേചനം എന്താണ്? അനിവാര്യമാണ്. ഇതുണ്ടോ? എക്കൽ മണ്ണ് കാണപ്പെടുന്ന എവിടെയൊക്കെയാടാ? ആദ്യം ഇവിടെ നോക്കൂ. ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുന്നത് ഇതുണ്ടോ? ഉത്തരേന്ത്യൻ സമതലം. ചെമ്മണ്ണ്, മഞ്ഞ മണ്ണ് കാണപ്പെടുന്ന എവിടെ? ഈ റെഡ് ഇട്ടതൊക്കെ ചെമ്മണ്ണ് കാണപ്പെടുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ചെങ്കൽ മണ്ണ് കാണപ്പെടുന്നത് ഇതുണ്ടോ? നമ്മുടെ കുറെ ഭാഗങ്ങളിലൊക്കെ ചെങ്കൽ മണ്ണാണ് കേട്ടോ. പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലൊക്കെ ചെങ്കൽ മണ്ണാണ് കൂടുതൽ കാണപ്പെടുന്നത്. വനമണ്ണ് എവിടെയാ കാണപ്പെടുന്നത്? വരമണ്ണ് ഈ ഒരു പച്ച കളർ ഇതുണ്ടോ? വനമണ്ണ്, വനം കൂടുതലുള്ളത് ഗ്രീൻ ഷെയ്ഡിൽ കേട്ടോ. അതുപോലെ കറുത്ത മണ്ണോ? കറുത്ത മണ്ണ് ഇതാ ഡെക്കാൻ പീഠഭൂമി ഭാഗങ്ങളിലും ഒക്കെ ആയിട്ട് കാണപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗുജറാത്തിന്റെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഏതാ കാണപ്പെടുന്ന? കറുത്ത മണ്ണ്. വരണ്ട മണ്ണ് എവിടെയാ കാണപ്പെടുന്നത്? ഇതാ വരണ്ട മണ്ണ് കാണപ്പെടുന്നത് ഇവിടെയൊക്കെയാണ് കേട്ടോ. വനമണ്ണ്. എക്കൽ മണ്ണ് എവിടെയാ കൂടുതൽ കാണപ്പെടുന്നത്? ഇതാ എക്കൽ മണ്ണ് ഇതാ ഇവിടെ കേട്ടോ. ഓർത്തിരിക്കണം. ഇതൊക്കെയാണ്. ഇനി ഈ ഉത്തരേന്ത്യൻ മേഖലയിലെ ജനജീവിതം എങ്ങനെയാന്നുള്ളതാ പറയുന്നത്. ഫലഭൂഷ്ടമായ എക്കൽ മണ്ണ്, നിരപ്പാർന്ന ഭൂപ്രകൃതി, എപ്പോഴും നീരുറക്കുള്ള നദികള്, അനുയോജ്യമായ കാലാവസ്ഥ തുടങ്ങിയവ ഉത്തര മഹാസമുദ്രത്തിന്റെ സവിശേഷതയാണ്. എന്തൊക്കെയാ പറയുന്നത്? ഫലഭൂഷ്ടമായ എക്കൽ മണ്ണ്, നിരപ്പാർന്ന ഭൂപ്രകൃതി, എപ്പോഴും നീരൊഴുക്കുള്ള നദികള്, അനുയോജ്യമായ കാലാവസ്ഥ. ഇതൊക്കെയാണ് ഉത്തര മഹാസമുദ്രത്തിന്റെ സവിശേഷത. നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 1/4 ഭാഗത്തിനും താഴെയാണ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വിസ്തീർണം. എന്താ പറയുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 1/4 ഭാഗത്തിലും താഴെയാണ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വിസ്തീർണം. എന്നാൽ ഈ മഹാസമുദ്രമാണ് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെയും ഉൾക്കൊള്ളുന്നത്. എന്താ പറയുന്നത്? ഈ ഒരു ഉത്തര മഹാസമുദ്രത്തിലാണ് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെ ആൾക്കാർ എവിടെയാണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് താമസിക്കുന്നത്. കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പടുത്തുയർത്തുന്നതിൽ നിർണായക പങ്കാണ് വടക്കൻ സമതലങ്ങൾക്കുള്ളത്. ഇന്ത്യയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് തന്നെ കൃഷിയാണല്ലേ. അപ്പൊ ഈ ഒരു സമ്പദ് വ്യവസ്ഥയെ പടുത്തുയർത്തുന്നതില് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭൂപ്രകൃതിയായിരുന്നു ഏത് എന്ന് പറയുന്നത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. ഇവിടെ ഗോതമ്പ്, നെല്ല്, ചണം, കരിമ്പ് തുടങ്ങിയ വ്യത്യസ്ത വിളകൾ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നു. ജലസേചനത്തിന്റെ സഹായത്തോടെ അതിവിപുലമായുള്ള കൃഷിരീതി ഈ മഹാസമുദ്രത്തെ ഇന്ത്യയുടെ ധാന്യപുരിയാക്കി മാറ്റി. താർ മരുഭൂമി ഒഴികെയുള്ള സമതലത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും റോഡുകളുടെ, റെയിൽവേ പാതകളുടെ അതിവിപുലമായ ശൃംഖലയുണ്ട്. ഇത് വലിയ തോതിലുള്ള നഗരവൽക്കരണത്തിലേക്ക് ഈ പ്രദേശത്തെ നയിക്കുന്നതിന് കാരണമായി. ഖാരിഫ്, റാബി, സയ്ദ് എന്നിങ്ങനെ 3 വ്യത്യസ്ത കാർഷിക കാലങ്ങളിലായിട്ടാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വിവിധയിനം വിളകൾ കൃഷി ചെയ്യുന്നത്. ഏതൊക്കെയാ? നമ്മൾ പണ്ട് മുതൽ പഠിക്കുന്ന കാര്യമാണ് അല്ലെ? ഖാരിഫ്, റാബി, സയ്ദ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വിവിധയിനം വിളകൾ കൃഷി ചെയ്യുന്നത്. ഉത്തരേന്ത്യ ഏകദേശം എല്ലാം തന്നെ എവിടെ കൃഷി ചെയ്യുന്നുണ്ട്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇനി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ് ഏതെന്ന് പറയുന്നത്? ഖാരിഫ് എന്ന് പറയുന്നത്. ഏത് കാലാവസ്ഥയോടെ? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട്
ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലമാണ് ഏത് എന്ന് പറയുന്ന റാബി. ശൈത്യകാലത്താണെങ്കിൽ റാബി, തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലത്താണെങ്കിൽ ഏതാണ് ഖാരിഫ്. റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് ഏതെന്ന് പറയുന്നത് സൈദ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന കുറച്ച് കാലത്തേക്ക് മാത്രം ഉള്ളതാണ് ഏതെന്ന് പറയുന്നത് വേനൽക്കാല കാർഷിക കാലമാണ് ഏതെന്ന് പറയുന്നത് സൈദ് എന്ന് പറയുന്നത്. ടേബിൾ കൊടുത്തിരിക്കുന്നുണ്ടോ? കാർഷിക കാലങ്ങളും പ്രധാന വിളകളും. അപ്പൊ ഖാരിഫ് ജൂണില് എന്ത് ചെയ്യും? കൃഷി ഇറക്കും. സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും വിളവെടുക്കും. എപ്പോഴാ ഇറക്കുന്നത്? ജൂണില് കൃഷി ഇറക്കും. സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? വിളവെടുപ്പ് നടത്തും. ഖാരിഫാണ്. ഇതിൽ പ്രധാന വിളകൾ ഏതൊക്കെയാ? ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര. ഏതൊക്കെയാ? നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര മുതലായവയൊക്കെ ഖാരിഫ് കാലഘട്ടത്തിലെ. ഇനി റാബി ഒക്ടോബർ മുതൽ മാർച്ച് വരെ. മിതോഷ്ണ ഉപോഷ്ണ വിളകളായ ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് വർഗ്ഗങ്ങൾ, ബാർലി മുതലായവ. ഏതൊക്കെയാ? ഉപോഷ്ണ വിളകളായ ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് വർഗ്ഗങ്ങൾ, ബാർലി മുതലായവയൊക്കെ കൃഷി ചെയ്യുന്ന കാലഘട്ടമാണ് റാബി എന്ന് പറയുന്നത്. അപ്പൊ റാബി കൃഷി ഇറക്കുന്ന എപ്പോഴാണ്? ഒക്ടോബറിലാണ്. എന്നാൽ വിളവെടുക്കുന്ന ഏതാണ്? മാർച്ച് മാസത്തിലാണ്. ഇത് അറിയപ്പെടുന്ന വിളകളുടെ പേരെന്താ? മിതോഷ്ണ ഉപോഷ്ണ വിളകൾ എന്നാണ്. ഏത് പേരിൽ അറിയപ്പെടുന്നത്? മിതോഷ്ണ ഉപോഷ്ണ വിളകള്. ഇനി സൈദ് എന്ന് പറയുന്ന ഏപ്രിൽ കൃഷി ഇറക്കും. ജൂണിൽ എന്ത് ചെയ്യും? വിളവെടുക്കും. ഏതാ പറയുന്നത്? ഏപ്രിൽ മാസത്തിൽ വേനൽക്കാലത്താണ് കേട്ടോ. പച്ചക്കറി, പഴങ്ങള്, കാലിത്തീറ്റ മുതലായവയൊക്കെ ഏത് കാലഘട്ടത്തിലാ? സൈദിലാണ്. ഓർത്ത് വെക്കണേ. പച്ചക്കറി, പഴങ്ങള്, കാലിത്തീറ്റ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയല്ലോ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉടനീളം ഈ വിളകളെല്ലാം കൃഷി ചെയ്യപ്പെടുന്നില്ല. പ്രാദേശികമായി ഈ വിളകളുടെ വിതരണത്തിലും കൃഷിരീതിയിലും വ്യത്യാസങ്ങൾ ഏറെയുണ്ട്. ഉത്തര മഹാസമതലം എന്ന ഈ ഭൂപ്രകൃതി വിഭാഗത്തിന്റെ വ്യാപ്തി, അതിന്റെ കിടപ്പ്, അത് രൂപം കൊണ്ട പ്രക്രിയകൾ എന്നിവയെക്കുറിച്ച് നിങ്ങൾ സാമാന്യ ധാരണ നേടിക്കഴിഞ്ഞു. ജലസമൃദ്ധി കൊണ്ടും ഫലസമൃദ്ധി കൊണ്ടും സവിശേഷമായ ഈ ഭൂപ്രകൃതിക്ക് ഇന്ത്യയിലെ സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ ഗണ്യമായ പങ്കുണ്ട്. രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നതിലൂടെ ഭക്ഷ്യസുരക്ഷ എന്ന സുപ്രധാനമായ ഉത്തരവാദിത്തമാണ് ഈ ഭൂപ്രകൃതി വിഭാഗം ഏറ്റെടുക്കുന്നത്. സമതലമേകുന്ന സഞ്ചാര വിനിമയ സൗകര്യങ്ങൾ സഹസ്രാബ്ദങ്ങൾ മുമ്പ് മുതൽക്കേ ജനങ്ങളുടെ വ്യാപനത്തിലും ഇടപഴകലിലും കളമൊരുക്കിയിട്ടുണ്ട്. അതിലൂടെ രൂപപ്പെട്ട മിശ്ര ബഹുസ്വര സംസ്കാരമാണ് ഇന്നത്തെ ഇന്ത്യയുടെ ശക്തിയും സൗന്ദര്യവും. അപ്പം നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ 2 ഭൂപ്രകൃതിനെ കുറിച്ച് ഇപ്പൊ പഠിച്ചു. ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ഏതാണ്? ഉത്തരപർവ്വത മേഖലയെ കുറിച്ചിട്ടാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഏതാണ്? ഉത്തര മഹാസമുദ്രം. അവിടുത്തെ കാലാവസ്ഥ പഠിച്ചു, നൈസർഗിക സസ്യജാലങ്ങൾ പഠിച്ചു, മണ്ണ് പഠിച്ചു, ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു, ഓരോ സമതലങ്ങളും പഠിച്ചു, ഭൂരൂപങ്ങൾ, നദികളാൽ സൃഷ്ടിക്കപ്പെടുന്ന ഭൂരൂപങ്ങളൊക്കെ പഠിച്ചു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടാവും, ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. താഴെ കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ബാക്കി ക്ലാസ്സുകളായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. നന്ദി. താങ്ക് യു.